അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തും ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പളുമായ ഹക്കീം വാഫി, പ്രിയപ്പെട്ട ഉബൈദ് വാഫി, റഫീഖ് വാഫി, ഹാദി വാഫി, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു സമയത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധങ്ങളായ വിഷയങ്ങളിൽ ടോക്കുകളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നു എന്നറിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായി പങ്കുവെക്കുകയാണ്. ഫെസ്റ്റ് കേവലം ഒരു പാടാനുള്ള പറയാനുള്ള ഒരു സരിഗമ മാത്രമല്ല എന്ന് തെളിയിക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ചില ടേണിംഗ് പോയിന്റുകൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ ഒരു പ്രധാന വർത്തമാനങ്ങളിൽ ഒന്ന്, പഠിച്ചതെല്ലാം മറന്നാലും നിങ്ങളിൽ അവശേഷിക്കുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം എന്നത്രേ. അപ്പോ ആഫി ജീവിതത്തിലും തുടർന്നും നമ്മൾ പഠിക്കുന്ന ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസിനും അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത് ഇത്തരം ടെസ്റ്റുകളിലുള്ള ചില നിമിഷങ്ങളായിരിക്കും, ചില അനുഭവങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനും പരസ്പരം അറിയാനും ചോദിക്കാനും പകരാനും നുകരാനും ഒക്കെയുള്ള നിമിത്തങ്ങളാവട്ടെ ഈ ഒരു മഹത്തായ ഫെസ്റ്റ് എന്ന് ആമുഖമായി ആശംസിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൂടുതൽ വലിയ മോട്ടിവേഷനോ ഒന്നും ആവശ്യമില്ല. കാരണം ഹക്കീം വാഫി ഉസ്താദിന്റെ ഒരു സ്ഥാപനത്തിൽ വന്ന് ബസ്രയിലേക്ക് എന്തിന് ഈത്തപ്പഴം കയറ്റിയാക്കണം എന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരുപാട് മോട്ടിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് അക്കാഡമിക്സിൽ എങ്ങനെ ഇടപെടാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇടം എങ്ങനെ സൃഷ്ടിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ചില കുറുക്കു വിദ്യകളൊന്നുമില്ല, അതിന്റെ ചില കാര്യങ്ങൾ ഒരു വർത്തമാന രൂപത്തിൽ നിങ്ങളോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. ആ രീതിയിലുള്ള സംസാരങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ്. ഈ ലോകത്തിൽ വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആളുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് കോൺഫിഡൻസിന്റെ കുറവാണ്. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് സമയം വരെ ഡോക്ടർ ജലീൽ വാഫി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച സമയത്ത് പറഞ്ഞു, നമ്മുടെ ഈ NH ഉണ്ടല്ലോ, കോഴിക്കോട് തൃശ്ശൂരൊക്കെ ഉള്ള കാസർഗോഡ് വരെയുള്ള NH-ന്റെ നിർമ്മാണത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ആ സമയത്ത് അതിന്റെ ലേലം വിളി, അല്ലെങ്കിൽ ആ തിരുവനന്തപുരം എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള NH-ന്റെ നിർമ്മാണം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അതിന് 65,000 മറ്റോ കോടിയാണ് ചെലവ്. 65,000 കോടി ചുരുങ്ങിയത്. മലപ്പുറം ജില്ലയിൽ തന്നെ 4,500 മറ്റോ കോടിയാണ്. അപ്പൊ 4,500 കോടി രൂപയുടെ റോഡിന്റെ പ്രൊജക്ട്. അങ്ങനെ 65,000 കോടി, 4 ലക്ഷം കോടി, 3 ലക്ഷം കോടി എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് ആകെ വിറച്ചു പോകും. പക്ഷെ ഇതൊന്നും പ്രശ്നമല്ലാതെ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ആളുകൾക്ക് അവരൊക്കെ അവരുടെ മാതാപിതാക്കൾ കോടീശ്വരന്മാരായി വിജയിച്ചവരല്ല, ജീവിച്ചവരല്ല. മറിച്ച് ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ നീട്ടി പറയാൻ ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ അക്കാഡമിക്സിലേക്ക് വരാം. അപ്പൊ കോൺഫിഡൻസ് ആണ് ജീവിതത്തിൽ നമ്മെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുക? നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നോളജ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പലപ്പോഴും കരിക്കുലം ഡിസ്കഷനിലും ചാനൽ ഡിബേറ്റുകളിലും മന്ത്രിമാരുടെ സംസാരങ്ങളിലും അക്കാഡമീഷ്യൻസിന്റെ സംസാരത്തിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലാണ്, വൈജ്ഞാനിക സമൂഹത്തിലാണ് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ് ഈ നോളജ് സൊസൈറ്റി?
കഴിഞ്ഞ 4-5 വർഷമായി കൊറോണയ്ക്ക് ശേഷമുള്ള അക്കാഡമിക് ഡിസ്കോഴ്സുകളിൽ നിരന്തരം കേൾക്കുന്ന ഒരു വാക്കാണ് നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് നിരന്തരം അറിവ് നിർമ്മിക്കുന്ന, അറിവ് വിതരണം ചെയ്യുന്ന, അറിവിനെ ഒരു മാർക്കറ്റായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ കോൺഫിഡൻസോട് കൂടിയിട്ട് സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിന്റെ വഴികൾ പ്രധാനമായും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് 3 എണ്ണമാണ്. ഒന്നാമതായി നോളജ് പറയുന്നു, രണ്ടാമത് സ്കിൽ പറയുന്നു, മൂന്നാമത് ക്രെഡൻഷ്യൽസ് എന്നാണ് പല ഉത്തരങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജേർണലുകളിൽ വരുന്ന ഒരു ആൻസർ. നോളജും സ്കില്ലും ക്രെഡൻഷ്യൽസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ കോൺഫിഡൻസ് ഉണ്ടാകുമെന്നാണ്. അതെങ്ങനെ ഉണ്ടാകുക? നോളജ് എന്ന് പറയുമ്പോൾ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം, അതിന്റെ വ്യത്യസ്ത തലങ്ങളാണ്, വിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ആ തലത്തിൽ നമുക്ക് എങ്ങനെ എത്താം? ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പാണ്ഡിത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവുണ്ടാവണം. കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് അക്കാഡമീഷ്യൻസും ബുദ്ധിജീവികളും ഒക്കെ ഉണ്ട്. അവരുടെ സംസാരമൊക്കെ കേട്ടാൽ ഒരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലണമെന്ന് മനസ്സിലാകും ഒരു പാണ്ഡിത്യത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ സാലിം അലി എന്നതിനെ കുറിച്ച് ആളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് സാലിം അലി? ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ്. നമുക്ക് പക്ഷി എന്ന് പറഞ്ഞാൽ 5-10 പക്ഷിന്റെ പേരറിയാം. പക്ഷെ പക്ഷി ശാസ്ത്രജ്ഞനായ സാലിം അലിക്ക് പക്ഷികളെ കുറിച്ച്, അതിന്റെ ജീനുകളെ കുറിച്ച്, അതിന്റെ ഒരുപാട് ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അഗാധമായിട്ട് അറിയാൻ പറ്റും. അതാണ് സ്കോളർഷിപ്പ്, പാണ്ഡിത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഏരിയയിലും ഉള്ള പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ലോകം നിങ്ങളെ ആദരിക്കും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കും. നിങ്ങൾക്ക് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നൊരു സയന്റിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അടുത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം പാണ്ഡിത്യം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു പ്രതിഭയാണ്. അദ്ദേഹം 10-15 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. 10-20 കൊല്ലമായിട്ടുണ്ടാവും. അന്ന് ഇന്ത്യയിലെ ഡൽഹിയിലെ പാർലമെന്റിൽ അദ്ദേഹം ഇന്ത്യയോട് സംസാരിച്ചു. ആ സംസാരം കേൾക്കാനായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ സംസാരത്തിന്റെ വേദിയിൽ സീറ്റ് കിട്ടാനല്ല, സദസ്സിന്റെ ബേക്കിൽ ഒരു സീറ്റ് കിട്ടാനുമായിട്ട് ഡൽഹിയിലൊക്കെ ഉള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ റെക്കമെൻഡേഷൻ തേടിപ്പോയി എന്നുള്ള അന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എന്തിന്? സ്റ്റീഫൻ ഹോക്കിങ് പ്രസംഗിക്കുന്ന ആ വേദിയിൽ, ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ സഹാബത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സദസ്സിൽ ഹാജരായ ആളുകൾ, ആ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ. എന്നതുപോലെ തന്നെ എന്തിന് സ്റ്റീഫൻ ഹോക്കിംഗ് ഇന്ത്യയിൽ വന്നപ്പോ പ്രസംഗിച്ചപ്പോ ഞാൻ സദസ്സിലുണ്ടായി എന്ന് പറയാൻ ആളുകൾ മത്സരിച്ചെങ്കിൽ എന്തുകൊണ്ടാണത്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പാണ്ഡിത്യമാണത്. നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോകണ്ടല്ലോ, നമ്മളൊക്കെ കവല പ്രസംഗങ്ങൾ, പല പ്രസംഗങ്ങളും സമാജത്തിലൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മളെ പ്രസംഗം കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മളെ സാന്നിധ്യം ആളുകൾക്ക് ആകർഷകമാകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ സംതിങ് ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അപ്പൊ പാണ്ഡിത്യം, സ്കോളർഷിപ്പ്, നോളജ്, വിസ്ഡം എന്നൊക്കെ പറയുന്നത് നമുക്ക് കോൺഫിഡൻസ് നേടിത്തരുന്ന ഒരു ഘടകമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു വിഷയത്തിൽ പാണ്ഡിത്യം ഉണ്ടാവണം. പുറമേയുള്ള ചില തള്ളൽസ് മാത്രം പോരാ, ഉള്ളിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ കഴിയണം. പണ്ടൊരു കുട്ടിനോട് ഗാന്ധിജിയെ കുറിച്ച് 5 വാചകം എഴുതാൻ പറഞ്ഞപ്പോ എഴുതിയത് ഒന്നാമത്തെ സെന്റൻസ് 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു എന്നാണ്. ഒന്നാമത്തെ സെന്റൻസ് ക്ലിയർ. രണ്ടാമത്തെ സെന്റൻസ് തന്നെ എഴുതിയത് 1870 ഒക്ടോബർ 2 ഗാന്ധിജിക്ക് 1 വയസ്സായി. മൂന്നാമത്തെ സെന്റൻസ് 1871 2 വയസ്സായി. ഇങ്ങനെ 3 വയസ്സായി, 4 വയസ്സായി, 5 വയസ്സായി. ഇതാണ് തള്ളൽ എന്ന് പറയും. മനസ്സിലായോ? നമുക്ക് പരീക്ഷക്ക് എന്തുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടുന്നില്ല? പരീക്ഷ കോമ്പറ്റേറ്റീവ് എക്സാം, അതുപോലെ തന്നെ എക്സാം ഒക്കെ എഴുതാറുണ്ടല്ലോ, അതിന്റെ ആൻസർ ഇതാണ്. ഞാൻ പലപ്പോഴും ചില കുട്ടികളോടൊക്കെ പറയാറുണ്ട്, മാർക്ക് കുറഞ്ഞു പറഞ്ഞ കുട്ടികളോട്, യൂണിവേഴ്സിറ്റിയിലൊക്കെ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, എസ്സേക്ക് ഈ എഴുതിയ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞുണ്ടാ എന്നാ ഞാൻ മാർക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അതാണ് പാണ്ഡിത്യം എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് അഗാധമായി, ഡീപ്പായി മനസ്സിലാക്കാനുള്ള എബിലിറ്റി അത് നമുക്കുണ്ടാവണം. എങ്ങനെ ഉണ്ടാവുക?
അക്കാഡമിക് എക്സലൻസ് എന്നൊക്കെ പറഞ്ഞ, അക്കാഡമിക് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞ ചർച്ചകൾ, ചാനൽ ഡിസ്കഷൻ, അക്കാഡമിക് രംഗത്ത് ഇടപെടുന്ന ഒന്നാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ്. നിങ്ങൾ തംഹീദിയ കഴിഞ്ഞു, ആലിയ കഴിയുന്നു, PG-യിലേക്ക് ഇങ്ങനെ പോകുന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഒരു അക്കാഡമിക് യാത്ര. ആ യാത്രയിൽ നിങ്ങൾക്ക് സാന്നിധ്യം അടയാളപ്പെടുത്തണമെങ്കിൽ, എക്സലൻസ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾ അക്കാഡമിക്സിൽ എവിടെ നിൽക്കുന്നു. നമ്മുടെ സമന്വയം അറിവിന്റെ ആയത്തിനെ എന്നൊക്കെ പറയാറുണ്ട്. ഒരു ബോട്ടം ലെവൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോകണം. തംഹീദിയ കഴിഞ്ഞു, നിങ്ങൾ ആലിയ കോളേജാണ്. തംഹീദിയയിൽ നിന്ന് നമുക്കൊക്കെ എന്ത് ചെയ്യണം? എന്താണ്? എവരിത്തിങ് അബൌട്ട് സംതിങ്, സംതിങ് അബൌട്ട് എവരിത്തിങ്. ഈ രണ്ട് സ്ലോഗൻ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്ലോഗനായി മാറണം നിങ്ങൾക്കിത്. സംതിങ് അബൌട്ട് എവരിത്തിങ്. ആ തംഹീദിയയിലോ അല്ലെങ്കിൽ ആലിയ 1ാം വർഷം 2ാം വർഷത്തിലൊക്കെ ആ ഒരു അപ്രോച്ച് മതിയാകുന്നതാണ്. എന്താണത്? എവരിത്തിങ് അല്ല, സംതിങ് അബൌട്ട് എവരിത്തിങ്. എല്ലാത്തിനെ കുറിച്ചും ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടാകുക. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ നമ്മൾ PG-യിലൊക്കെ ആലിയ ഫൈനലിലൊക്കെ ഹോണേഴ്സ്, ആലിയ ഫൈനൽ എന്നൊക്കെ പറഞ്ഞാൽ ഹോണേഴ്സ് ഡിഗ്രിയുടെ പ്രായമായി 10-20 വയസ്സായി. അപ്പൊ ആ ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ഹോണേഴ്സ് എന്നൊക്കെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ഒരു റിസർച്ച്, എവരിത്തിങ് അബൌട്ട് സംതിങ്, അതിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ അക്കാഡമിക്സ് പ്ലാൻ ചെയ്യണം. എവരിത്തിങ് അബൌട്ട് സംതിങ്. അപ്പൊ ആ സംതിങ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഫലസ്തീനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫലസ്തീൻ അങ്ങനെ ഉണ്ട്, ജൂതന്മാരുണ്ട്, മറ്റേ ഉണ്ട്, ഹമാസ് ഉണ്ട്. അതിനപ്പുറത്ത് ഒരു ചാനൽ ഡിസ്കഷൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഫലസ്തീന്റെ ഇത് ഇത്ര കിലോമീറ്റർ ഉണ്ട്, അങ്ങോട്ടുണ്ട്, അത്ര ആൾക്കാരുണ്ട്, ഇത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഈ ഔട്ട് ഓഫ് ഫോക്കസ് പോലെയുള്ള, മറ്റ് എൻകൗണ്ടർ പോലെയുള്ള ചാനൽ ഡിസ്കഷനിലൊക്കെ ഓരോരുത്തർ പുതിയ പുതിയ വാദങ്ങള്, പ്രതിവാദങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അതെങ്ങനെ ഉണ്ടാകുന്നത്? അത് എവരിത്തിങ് അബൌട്ട് സംതിങ്ങിലൂടെയാണ്, ആ കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പൊ നമുക്ക് ഒരു ആലിയ കഴിയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ സ്കോളർഷിപ്പോട് കൂടി നീങ്ങേണ്ടതുണ്ട്. അതാണ് നമ്മളെ ഒരു എക്സലൻസിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നോളജ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി തരും. ഒരു സദസ്സിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൽ ജ്ഞാനമുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ആദരിക്കും. അതിലും പാണ്ഡിത്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഇപ്പോ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച മണിക് ഖാൻ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് ലൗകികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഈ ബിരുദങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ടാണ്. സ്വന്തമായി അദ്ദേഹം കപ്പലുണ്ടാക്കി, സ്വന്തമായി ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി. ഇതൊക്കെ നമുക്കും ചെയ്യാം. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ടതല്ല നമുക്ക് നേടാൻ കഴിയാത്ത എന്തോ എന്നാണെന്നല്ല. ഒരു വിഷയത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട്, തുടർച്ചയായിട്ട്, അഗാധമായിട്ടുള്ള മനസ്സോടുകൂടി ഇരുന്നാൽ ഉണ്ടാകുന്ന ഒന്നാണ് പാണ്ഡിത്യം. ആ പാണ്ഡിത്യം ഏത് മേഖലയിലാവാം. ലോകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഗാധമായ ജ്ഞാനം വേണം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കേരളത്തിലൊക്കെ ഇനി ഭയങ്കര പ്രശ്നമാകാൻ പോകുന്ന ഒരു കാര്യമാണ് മാലിന്യ നിർമ്മാർജ്ജനം, വേസ്റ്റ് മാനേജ്മെന്റ്. എങ്ങനെ വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യും, ഇതൊരു വിഷയമാണ്. ഇതിൽ നിങ്ങൾക്ക് പാണ്ഡിത്യമുണ്ടോ? അങ്ങനെ ഏത് വിഷയത്തിലും നിങ്ങൾക്ക് പാണ്ഡിത്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തരം കോൺഫിഡൻസ് കിട്ടും. അത് സതഹിയായിട്ടുള്ള സർഫേസ് ലെവലിൽ 1-2 കാര്യങ്ങൾ പറയാൻ പോരാ, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. അതിന്റെ മുമ്പ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കില്ലാണ്. സ്കില്ല്, ജീവിതത്തിൽ സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? കോൺഫിഡൻസ് ഉണ്ടാവും. ഒന്ന് പാണ്ഡിത്യം പറഞ്ഞു, രണ്ടാമത് സ്കില്ല് വേണം. സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കില്ല് എന്ന് പറഞ്ഞാൽ an ability that can be modified by training. അതാണ് സ്കില്ല്. എബിലിറ്റി that can be modified by training. പരിശീലനത്തിലൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന എബിലിറ്റിയാണ് എന്ത് പറയാ? സ്കില്ല്. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, അക്കാഡമിക് രംഗത്ത് അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി ജീവിതത്തെ നേരിടണമെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കില്ല് വേണം. സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. മനോഹരമായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ, പുതിയ കാലത്ത് അതും മാർക്കറ്റാണ്. കേൾക്കാറില്ല യൂട്യൂബേഴ്സ് എന്താണ് കുഞ്ഞാൻ പാണ്ടിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട്
കുറെ ആളുകളുണ്ടല്ലോ, അവരൊക്കെ എന്താണ്, അവരുടെ ആ സ്കില്ല് മാർക്കറ്റ് ചെയ്യാണ്. അങ്ങനെ പാണാലി ജുനൈസ്, അങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ വരുന്ന കുറെ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. അവര് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ മാറിയത്? അവർക്ക് എന്തോ ഒരു സ്കില്ല് അത് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ സ്കില്ല് എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ക്ലിയറായോ? സ്കില്ല് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്കില്ലിലൂടെ നമുക്ക് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ശ്രദ്ധ നേടാൻ സാധിക്കും. നിങ്ങൾക്കുള്ള സ്കില്ല് എന്ത്? സ്കില്ല് എന്ന് പറയുന്നത് പുതിയ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയക്കും ഈ പോസ്റ്റ് ട്രൂത്ത് യുഗത്തിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു തരികയാണ്. എന്തും സ്കില്ലായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ആ രംഗത്തേക്കൊക്കെ നമ്മൾ കടന്നു വരണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് യാത്ര, പുതിയ കാലത്ത് യാത്ര വല്ലാത്തൊരു അനുഭവമാണ്. യാത്ര എന്ന് പറയുന്നത് വല്ലാത്തൊരു വൈബ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് പ്രബോധനത്തിന്റെ വഴിയായിട്ട്, ഒരു ടൂളായിട്ട് നമുക്ക് ട്രാവൽ മാറ്റാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഉള്ള കേരളത്തിലെ യാത്രകൾ, സഞ്ചാരികൾ. അപ്പോ ലോകത്ത് ശ്രദ്ധിക്കാൻ സ്കില്ലിൽ നിന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ 4 or 5 ആൾക്കാരാണ് തീരുമാനിക്കാം. ലോകത്തെണ്ടികൾ എന്നുള്ളൊരു ചാനൽ തുടങ്ങിയാൽ ലോകം അറിയപ്പെടുന്ന ആളുകളായി നിങ്ങൾ മാറും. ഉദാഹരണം നിങ്ങൾ മനസ്സിലായോ? അപ്പൊ സഞ്ചാരം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ച ഇസ്ലാം, ഈമാന്, ഫത്തുൽ മുഈൻ, മറ്റേ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ആളുകളിലേക്ക് മാർക്കറ്റ് ചെയ്യണമെന്ന് ഇത്തരം ചാനൽസിലൂടെ നമുക്ക് പറയാൻ പറ്റും. സത്യത്തില് ഇപ്പൊ ഉള്ള പ്രശ്നം എന്താ വെച്ചാല്, ഓൾറെഡി ട്രെൻഡിങ് ആയിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾക്ക് ഈ തരത്തിലുള്ള ഒരു നോളജ് ഇല്ല. ഒരു വെറും തള്ളൽ മാത്രമാണ്. അതല്ല, നമ്മൾക്ക് ഒരുപാട് ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇടയ്ക്ക് ഖുർആനിലെയും ഹദീസിലെയും ഒക്കെ കാര്യങ്ങൾ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഒരു BEd കോളേജിലും DLEd കോളേജിലും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പലപ്പോഴും അസംബ്ലികളിൽ, സംസാരങ്ങളിലൊക്കെ ആയത്തും ഹദീസും ഒക്കെ പറയും. പക്ഷെ എന്താണ്, ആയത്ത് ഹദീസ് എന്ന് പറയണമെന്നില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെ ഖുർആനിലുള്ള കാര്യങ്ങൾ ഞാനാണ് പറയും. അത് അള്ളാഹു പറഞ്ഞാണോ പറഞ്ഞാൽ ചിലപ്പോ എന്താവും, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവല്ലോ പല ഓഡിയൻസ് അല്ലേ. പക്ഷെ ആ പോയിന്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് അവർ നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ഒരു സ്കിൽ എന്ന് പറയുന്നത് ഏത് മേഖലയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കരിയർ ഓപ്ഷൻ സൃഷ്ടിക്കാനുള്ള ഒരു സവിശേഷമായിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ടീച്ചിങ്, ബിസിനസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതല്ല. അതിനപ്പുറത്ത് നല്ലൊരു മുസ്ലിമായി, ഒരു ദായിയായി ജീവിക്കാനുള്ള വഴികളുണ്ട്. ഞാൻ സമയം ഉണ്ടെങ്കിൽ 1-2 മാതൃകൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അത് ഒന്നാമത് എഡ്യൂക്കേഷൻ, നോളജ് പറഞ്ഞു, സ്കില്ല് പറഞ്ഞു, മൂന്നാമത്തത് ക്രെഡൻഷ്യൽസ്. ജീവിതത്തിൽ നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ക്രെഡൻഷ്യൽ ആണ്. ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കോൺഫിഡൻസ് നേടിത്തരും. ചില സിംബോളിക് ക്യാപിറ്റലുകൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകി തരും. ഉദാഹരണത്തിന് വാഫി എന്നത് എന്താണ്? ഒരു ക്രെഡൻഷ്യൽ ആണ്. അതായത് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരു ക്രെഡൻഷ്യൽ ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകാൻ സഹായിക്കും. ഇപ്പൊ പാണക്കാട് കുടുംബത്തിലെ തങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംതിങ് ആണ്. അതൊരു ക്രെഡൻഷ്യൽ ആണ്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ക്രെഡൻഷ്യൽസ് നമുക്ക് നിർമ്മിക്കാൻ കഴിയണം. ഇതിലൂടെയാണ് സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ കോൺഫിഡൻസോടുകൂടി ലോകത്ത് ഇടപെടുന്ന സജീവമായ ലൈവ്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനായി, ഒരു മഹാനായി ജീവിക്കാനുള്ള 3 ഉപാധികൾ. ഈ 3 കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. 3 കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്കോളർഷിപ്പ് എന്നും സ്കിൽ എന്ന് പറയുന്നു, ക്രെഡൻഷ്യൽസ്. ഈ 3 കാര്യങ്ങളും ചിലപ്പോ ചില ആളുകളിൽ സമ്മേളിക്കും. ചില ആളുകളിൽ എന്നോ ഈ 3 വ്യത്യസ്തമായ അളവിൽ സമ്മേളിക്കും. ചിലർക്ക് ഓരോന്നുണ്ടാകും. എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു സാന്നിധ്യമായി മാറാൻ സാധിക്കും. ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ ലോകത്തെ മനുഷ്യരാശിയെ സ്വാധീനിക്കുന്ന ആളുകളായി മാറണം. അതിനു വേണ്ടിയിട്ടുള്ള ചില സംസാരങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്, ഇല്ലേ? 140 കോടി ജനങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിൽ ഈ 140 കോടി ജനങ്ങൾക്ക് റോൾ ഉണ്ടോ? ഇല്ലേ? ഇല്ല. എത്ര ആൾക്ക് റോൾ ഉണ്ടാവും? ഇന്ത്യന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന എത്ര ആളായിരിക്കും? ചോദ്യം മനസ്സിലായില്ല? ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്.
പക്ഷെ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇന്ത്യ എന്ന രാജ്യം എങ്ങോട്ട് പോകണം ഇങ്ങനെ തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് എത്ര ആളായിരിക്കും? വളരെ കുറച്ചായിരിക്കും. ഒരു 4 ആള് 5 ആള് 6 ആളൊക്കെ ആയിരിക്കും. ഇന്ത്യ എന്ന രാജ്യം 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന രാജ്യം ഏത് റൂട്ടിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വളരെ നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ആണ്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിലും അങ്ങനെയാണ്, നിങ്ങളെ കോളേജിലും അങ്ങനെ തന്നെയാണ്, ക്ലാസ് റൂമിലും അങ്ങനെയാണ് അല്ലേ? ഇതാണ് സത്യം. എന്റെ ചോദ്യം, നിങ്ങൾ ആ ഇൻഫ്ലുവൻഷ്യൽ ആയി മാറാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഏതൊരു സമൂഹത്തിലും ആ സമൂഹത്തിൽ എല്ലാവരും ഉണ്ടാവില്ല, എല്ലാവർക്കും സ്വാധീനം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മൊത്തം സമൂഹത്തിന്റെ സ്വാധീന ശക്തികളായി മാറാൻ സാധിക്കുമോ എന്നതാണ്. ഈ ലോക ചരിത്രത്തെ കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തുകൊണ്ട് ലോക ചരിത്രത്തിന്റെ അംബാസഡർ ആക്കി? നിങ്ങൾക്കറിയാം, നമ്മുടെ മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹം ലോക ചരിത്രത്തെ സ്വാധീനിച്ച 100 പേരുടെ പട്ടിക തയ്യാറാക്കി. അത് ഒന്നാമതായി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമതാരാ? ഐസക് ന്യൂട്ടനാണ്. മൂന്നാമതാരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പൊ നോക്കൂ, എന്തുകൊണ്ട് ഒന്നാമനായി മുസ്ലിം അല്ലാത്ത മൈക്കൽ എച്ച് ഹാർട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുത്തു? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, he was the only man in history who was supremely successful in both religion and secular levels. മതത്തിലും ഭൗതികത്തിലും ലോകത്ത് വിജയിച്ച ഏക മനുഷ്യൻ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ലോക ചരിത്രത്തെ, ലോക മാനവിക സമൂഹത്തെ, നാഗരികതയൊക്കെ സ്വാധീനിക്കാനുള്ള ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സമന്വയമാണ് എന്നതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥം, ലോക ചരിത്രത്തെ സ്വാധീനിക്കാനുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് മതഭൗതിക സമന്വയമാണെന്നാണ്. അത് പഠിക്കുന്ന ആൾക്കാരാണ് നമ്മള്, അല്ലെ നിങ്ങള്. അപ്പൊ ലോക ചരിത്രത്തെ, ലോകത്തെ സ്വാധീനിക്കാനുള്ള ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോ ലോക ചരിത്രത്തെ സ്വാധീനിക്കാൻ കഴിയണം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹാബത്ത് എന്താണ്? നക്ഷത്രങ്ങളാണ്, സ്റ്റാറാണ്. ഒരു സമൂഹത്തിലെ സ്റ്റാർ, കേരളത്തിലെ സ്റ്റാർ ആരാ? മമ്മൂട്ടി സ്റ്റാറാണ്, മോഹൻലാൽ സ്റ്റാറാണ്, പിന്നെ ആരാ സ്റ്റാർ? അങ്ങനെ കുറച്ച് സ്റ്റാർമാരുണ്ട് അല്ലെ, സോഷ്യൽ മീഡിയ സ്റ്റാർമാരുണ്ട്. എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? സഹാബത്തൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വാഫി കോളേജിൽ പഠിക്കുന്ന ഒരാള് വാഫി ആകുന്നതോടുകൂടി ഒരു സ്റ്റാർ ആവണം. നിങ്ങൾ എവിടാണോ ഉള്ളത്, നിങ്ങളെ ഏരിയ എവിടാണോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? തിളങ്ങണം. അത് എവിടെയാവാം, അത് വാഫി കോളേജ് ആവാം, ഉദവി കോളേജ് ആവാം, പിന്നെ വേറെന്താകാം, സ്കൂളാകാം, ബിസിനസ് ആവാം, കൃഷിയിലാവാം, ബഹിരാകാശത്താകാം, എവിടെയാകാം, എവിടെയും നിങ്ങൾ തിളങ്ങണം. മനസ്സിലായോ? ഒരു കരിയർ വാഫികളുടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ച ആളുകളുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഒരു കരിയർ അല്ല, മൾട്ടിപ്പിൾ ആണ്. ഏത് മേഖലയിൽ നിങ്ങൾക്ക് പോകാം, അവിടെ നിങ്ങൾ എന്താവണം? സ്റ്റാർ ആവണം. ഒരിടത്ത് ഒരു വാഫി ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ അവിടുത്തെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം? ഒരു പൊട്ടൻഷ്യൽ ഉള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളായി മാറണം. അതിനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ആദ്യമായി തയ്യാറാക്കണം. അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പൊ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അക്കാഡമിക് രംഗത്ത് എങ്ങനെ നമുക്ക് ഇടപെടാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ രംഗത്ത് പഠനം നടത്തിയ ആളുകൾ ചില ക്വാളിറ്റീസ്, അക്കാഡമിക് രംഗത്ത് വിജയിച്ച ആളുകൾ, അല്ലെങ്കിൽ അക്കാഡമിക് രംഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പല റിസർച്ചുകളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊക്കെ സവിശേഷമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ആണ്. അക്കാഡമിക്സിൽ വിജയിക്കാൻ ഒന്നാമതായിട്ട് പറയുന്ന സവിശേഷത ടൈം മാനേജ്മെന്റ് ആണ്. ജീവിതം എന്ന് പറഞ്ഞാൽ സമയമാണ് എന്ന് അറബികൾ പറയാറുണ്ട്. സമയം ഒരു വാളാണ്, നീ അതിനെ വെട്ടിയില്ലെങ്കിൽ അത് നിന്നെ വെട്ടുമെന്നും പറയാറുണ്ട്. അപ്പോ സമയം ഉപയോഗിക്കാൻ കഴിയുക, സമയം ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പെയർ ടൈം ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ്. ഇന്ന് ഈ പരിപാടി മഗ്‌രിബ് കഴിഞ്ഞ് തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞത്.
പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? വൈകി. പക്ഷെ സ്പെയർ ടൈം മാനേജ്മെന്റ് എബിലിറ്റി ഉള്ള നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമയങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു അജണ്ട നിങ്ങൾക്ക് ഉണ്ടാവണം. അക്കാഡമിക്സിൽ വിജയിച്ച ആളുകളൊക്കെ ഒരു സവിശേഷതമായിട്ട് റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നതാണ് സ്പെയർ ടൈം ഉപയോഗിക്കാൻ ശീലിക്കും. വാപ്പി ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു പീരീഡ് ഒരു ഉസ്താദ് ക്ലാസ് അവസാനിപ്പിച്ച് പോയി, മൂന്നാം പീരീഡ് 10:15 കഴിഞ്ഞു. പിന്നെ 10:16 ചിലപ്പോൾ അടുത്ത ഉസ്താദ് വന്നുകൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ 10:20, 25 വരെ ചിലപ്പോ വന്നാൽ 10 മിനിറ്റ് സ്പെയർ ടൈമാണ്. അങ്ങനെ ഒരുപാട് സ്പെയർ ടൈമുകൾ കൂട്ടിയാൽ ചിലപ്പോ ഒരു വർഷമൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കണം. ബസ്സിൽ കാത്തു നിൽക്കുന്നത്, അങ്ങനെ ഒരു ഇപ്പൊ മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താ, നമുക്ക് ഒരുപാട് സ്പെയർ ടൈമുകൾ ഉപയോഗിക്കണം. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ആകെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സമയം ലാപ്സായി പോകാതെ സ്പെയർ ടൈം ഉപയോഗിക്കാനുള്ള മെക്കാനിസം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇതാണ് അക്കാഡമിക്സിൽ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് ഗവേഷകർ ചൂണ്ടിക്കാൻ സ്പെയർ ടൈം മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു അക്കാഡമിക് ഫ്രണ്ട് ഉണ്ടാവണം. ഫ്രണ്ട്സ് ഉണ്ടാവാറില്ലേ? മന്തി അടിക്കാനും ചിക്കൻ ബിരിയാണി അടിക്കാനും പിന്നെന്താണ് വാരിയല്ലിന്റെ പോത്ത് ബിരിയാണി അടിക്കാനും മാത്രമല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? ഉഹിബ്ബുക ഫില്ലാഹ് എന്നൊക്കെ പറയും. അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ അക്കാഡമിക്സത്തിൽ നമ്മൾ സ്നേഹിക്കണം. അക്കാഡമിക് ഫ്രണ്ട് എന്ന് പറയും. അക്കാഡമിക് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിക്സ് സ്വന്തമായിട്ട് മറയില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. അതാണ് അക്കാഡമിക് ഫ്രണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഭാഷ സംസാരിക്കാം. മാസലീവിന് പോയാലേ വൈകുന്നേരങ്ങളിലൊക്കെ ബളബളാന്ന് അറബിയിലും ഇംഗ്ലീഷും സംസാരിക്കാം. നമ്മൾക്കൊക്കെ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? തെറ്റുമോ എന്ന പേടി, ആളുകൾ കളിയാക്കുമോ എന്ന പേടി. അങ്ങനെ പേടിയില്ലാത്ത എന്ത് മണ്ടത്തരങ്ങളും പറയാൻ പറ്റിയ ഒരു അക്കാഡമിക് ഫ്രണ്ട് വേണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്. നിങ്ങള് ഹോസ്റ്റലിനോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഷെയർ ചെയ്യേണ്ട പൂഞ്ചും മിഠായി മിച്ചറും ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒന്നല്ല, മറിച്ച് അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ബെർണാഡ് ഷാ പറയുന്നുണ്ട്, if I have an apple and you have an apple, when we share I have an apple and you have an apple. If I have a knowledge and you have a knowledge, when we share I have two knowledge and you have two knowledge. That is a sharing of knowledge. That is a power of sharing. ഒരു നോളജ്, ഒരു അറിവ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ, ഒരു അക്കാഡമിക് ഫ്രണ്ടിനെ നമുക്ക് വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നേറാൻ സാധിക്കും. ആ ചിന്തയിലേക്കൊക്കെ നമ്മുടെ കോളേജുകൾ വരേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് നോബൽ സമ്മാനം കിട്ടുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കാ നോബൽ സമ്മാനം കിട്ടുന്നത്? ഒരു 10-15 കൊല്ലം ആർക്കാ നോബൽ സമ്മാനം കിട്ടുന്നത്? പ്രത്യേകിച്ച് സയൻസിലൊക്കെ ശ്രദ്ധിക്കാറില്ല. ഒരാൾക്കല്ല കിട്ടുന്നത്, 2-3 ആളുകൾക്കാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. കഴിഞ്ഞ വർഷം, അതിന് മുന്നേ വർഷമൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കിയാൽ അറിയാം. ഫിസിക്സിലെയും അതുപോലെ തന്നെ മറ്റ് എക്കണോമിക്സിലെയും മറ്റു ഓരോ വിഷയങ്ങളിലൊക്കെ ഉള്ള, കെമിസ്ട്രിയിലൊക്കെ ഉള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരാളല്ല കണ്ടുപിടിക്കുന്നത്, 2-3 ആൾക്കാർ കൂടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഷെയറിങ്, അക്കാഡമിക്സ് ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങളുടെ ഒരു എബിലിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു വായനയുടെ ഒരു തല ഉണ്ടാവും. അതേപോലെ വേറെ ആളുണ്ട്, നിങ്ങൾക്ക് വേറെ ഇടമായിരിക്കും ഉണ്ടാകുക. ആ 2 ഇടങ്ങളും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ, ആ ഒരു കൊളാബറേഷൻ നടന്നാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാകും. വലിയ വലിയ അക്കാഡമീഷ്യൻസ് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്, മാസത്തിൽ 2-3 ദിവസം ഒരു ലോഡ്ജോ ഒരു ഫ്ലാറ്റോ ഒക്കെ എടുത്തിട്ട് 3-4 ആൾക്കാർ എന്ത് ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം വരെ വായന, അറിവുകളൊക്കെ പരസ്പരം പങ്കുവെക്കുന്ന ക്ലബ്ബുകൾ ഉണ്ട്. അങ്ങനത്തെ ഉള്ള ക്ലബ്ബുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം. എല്ലാവരും എന്തൊക്കെ ചെയ്യാന്നതിനപ്പുറത്ത് താല്പര്യമുള്ള, അഭിരുചിയുള്ള 2-3 പേർ, അവരെ ആളുകളൊക്കെ കളിയാക്കും. ഓലിങ്ങനെ വലിയ അറബി, ഇംഗ്ലീഷ്, LSR ഒന്നും കളിയാക്കും. പക്ഷേ അവർക്ക് ഭാവിയിൽ ഉന്നതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് അവർ എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് അക്കാഡമിക് ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കുക. ഇവിടെയുള്ള കോളേജിലെ ഹിദായത്ത് സ്റ്റുഡൻസ് യൂണിയൻ അല്ലേ, ഹിദായത്ത് സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിൽ ഒരു ക്രിസ്മസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു തരം അക്കാഡമിക് ഫ്രണ്ട്ഷിപ്പും കൂടി വളർത്തിയെടുക്കുന്നത് നന്നാവും. നമ്മൾ സാധാരണ ക്രിസ്മസ് ഫ്രണ്ട്, ന്യൂ ഇയർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് മീനിങ്ലെസ് ആയിട്ടുള്ള കുറെ ആചാരങ്ങളാണ് കേരളത്തിലും ലോകത്തൊക്കെ ഉള്ളത്. അതിനപ്പുറത്ത് ഒരു തരം അക്കാഡമിസത്തിലേക്കുള്ള ഒരു
ബന്ധം വളർത്തിയെടുക്കുക. അത് നമ്മുടെ അക്കാഡമിക് എക്സലൻസിയുടെ ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഒരു തരം സ്റ്റഡി സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്നാണ്. സ്റ്റഡി സ്കിൽ ഡെവലപ്പ് ചെയ്യാം, പഠിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യണം. എന്ത് ഡെവലപ്പ് ചെയ്യണം? സ്റ്റഡി സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. പഠിക്കാൻ അക്കാഡമിക്സിൽ നമ്മൾ പ്രത്യേകിച്ചും CUSET അല്ലെങ്കിൽ PSC UPSC ഇങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട, നോളജുമായിട്ട് ബന്ധപ്പെട്ട, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഭാവി ചിന്ത ഉള്ളവരുണ്ടെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി സ്കില്ലാണ്. പഠിക്കാനുള്ള കഴിവ് വേണം. പണ്ടത്തെ കാലത്ത് നമ്മൾ ഇമാമിയങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്താണ്? ഒരുപാട് ത്യാഗം ചെയ്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ചൈനയിലേക്ക് പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ? ഒരു ഗ്രന്ഥം കിട്ടാൻ വേണ്ടി ഒരുപാട് സഞ്ചരിച്ചു. ഇപ്പോ ഇന്നത്തെ കാലത്ത് പ്രശ്നം എന്താ അറിയോ? ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലാണിത്. ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലം. ഒരു കാര്യം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ 10,000 അല്ലെ 2 കോടി ആൻസർ ഒക്കെ കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള സ്റ്റഡി സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. മനസ്സിലായെങ്കിൽ സ്റ്റഡി സ്കിൽ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആ തരം റെഫറൻസിങ് സ്കില്ല് കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ നമ്മൾ പെട്ടുപോകും. ഒരു കഥയുണ്ട് വാഫിയില്. മുഖദ്ദിമല്ല, റിസാല എഴുതിയ സമയത്ത് നെറ്റിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് റിസാല എഴുതി. ലാസ്റ്റ് മുഖദ്ദിമ എഴുതണല്ലോ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. അപ്പൊ മുഖദ്ദിമ അടിച്ചപ്പോ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമാണ് കിട്ടിയത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എഴുതിയതാണ്. ഒരു കഥയുണ്ട്. എന്നതുപോലെ വൈജ്ഞാനിക മേഖലയെ കുറിച്ചുള്ള ABCD പോലും അറിയാത്ത ആളുകളായി നമ്മൾ മാറരുത്. അപ്പൊ അതുകൊണ്ട് സ്റ്റഡി സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയാ നമുക്ക് പഠിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുക? നിങ്ങളൊക്കെ പഠിക്കണ്ടല്ലോ, അതും കൂടി ഞാൻ പറയാം. നമ്മളൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലേ? എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ പഠിക്കണം. പഠിക്കണം. കുറെ കാര്യം അന്തല്ലാതെ കുറെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അക്കാഡമിക്സിൽ വിജയിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോ ഏറ്റവും കൂടുതൽ മനസ്സിലാകേണ്ടത് പഠനത്തെ കുറിച്ച് റിസർച്ച് നടത്തിയ തൊണ്ടയ്ക്ക് പറഞ്ഞൊരു വാക്കുണ്ട്. തൊണ്ടയ്ക്ക് എന്ന മനഃശാസ്ത്രജ്ഞൻ പഠനത്തെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം 3 പഠന നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പഠന നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് റെഡിനെസ് ആണ്. എന്താണ് ലോ ഓഫ് റെഡിനെസ്? സ്റ്റഡി സ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയത് റെഡിനെസ് ഉണ്ടാകുക എന്നാണ്. നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കണം എന്ന് ഒരു റെഡിനെസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവൂല? ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഇംഗ്ലീഷുകാർ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ 30 കുതിരകളെ വെള്ളം കുടിക്കാനായി പുഴയുടെ തീരത്തേക്ക് കൊണ്ടുപോകാം. പക്ഷെ നിങ്ങൾ 30 പേര് കരുതിയാലും ഒരു കുതിരയെ വെള്ളം കുടിപ്പിക്കാനാവില്ല, കുതിര വിചാരിക്കുന്നത് വരെ. അപ്പൊ നിങ്ങളൊക്കെ പടക്കുതിരകളാണ്. ഇവിടുത്തെ ഹക്കീം ഉസ്താദോ മറ്റു ഉസ്താദുമാരോ മാനേജ്മെന്റോ നിങ്ങളെ ബാപ്പയോ എമ്മ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ആര് വിചാരിക്കണം? നിങ്ങൾ വിചാരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ആരെങ്കിലും പറയാന്നൊക്കെ ഉള്ളത് ഇനി നിർത്തണം. മോട്ടിവേഷൻ ഒക്കെ നിർത്തി വെക്കണം. അതിന്റെ അഭിപ്രായം പഠിക്കുന്ന ആരോടും പറയുന്നത് ഇനി മുതൽ സൗകര്യം ഉണ്ടോ പഠിച്ചാൽ മതി. ആരും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അമേരിക്ക കാത്തിരിക്കുകയാണ്, ഇംഗ്ലണ്ട് കാത്തിരിക്കുകയാണ്, ലോകം കാത്തിരിക്കുകയാണ്, സമുദായം കാത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ആരും നിങ്ങളെ കാത്തിരിക്കുന്നില്ല. അതാണ് സത്യം. നമ്മൾ അസംബ്ലിയോ അല്ലെങ്കിൽ കോഫി ഫെസ്റ്റിന്ന് മറ്റൊക്കെ കേൾക്കാറുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആരാ നമ്മൾ കാത്തിരിക്കണേ? ആരെങ്കിലും നമ്മൾ കാത്തിരിക്കണ്ടോ? ആരും കാത്തിരിക്കുന്നില്ല. കാരണം ഇപ്പൊ വാക്കുകളും മുതവികളും ഒരുപാട് ആളുകൾ സമുദായത്തിലായിട്ടുണ്ട്. വിദ്യാഭ്യാസം, പണ്ടൊക്കെ വിദ്യാഭ്യാസമുള്ള ഒരു ലെറ്റർ വായിക്കാൻ ആളില്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുണ്ട്. പക്ഷേ നമുക്ക് ലോകത്തോട് എന്തെങ്കിലും പറയാനുണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ലോകത്തിന് കൊടുക്കാണ്ടാവണം. ലോകം ഇങ്ങനെ കാത്തിരിക്കണമെന്നൊന്നുമില്ല. ഒരു റസൂലിനെ കാത്തിരിക്കുന്നത് പോലെ, ഒരു ദൂതനെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളെ തുറക്കൽ കോളേജിലെ വാഫി ക്യാമ്പസിൽ നിന്ന് വാഫിയായിട്ട് ഇറങ്ങിയ കേരളത്തിന്റെ എല്ലാ പ്രശ്നവും തീരുന്നതും ആരും വിചാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്പേസ് ഉണ്ടാക്കാം. ആ ഒരു കാലഘട്ടമാണിത്. ഇത് സത്യസന്ധമായി എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ജീവിതത്തിൽ കുട്ടികളോടൊക്കെ പറയൽ എങ്ങനെയാ? ചെറിയ കുട്ടികളോട് എങ്ങനെയാ പറയാറ്? ചെറിയ കുട്ടികളോട്, ഒരു 3-4 വയസ്സുള്ള കുട്ടികളോട് നമ്മൾ എന്താ പറയാ? അടങ്ങിയിരുന്നോ, കച്ചറ കളിക്കണ്ട, ജൂണാ എന്നെ സ്കൂൾ ചേർത്തിട്ടോ, അങ്ങനെ അറിയില്ലേ? അങ്ങനെ പറയാം.
അപ്പൊ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ക്രിയേറ്റിവിറ്റി എല്ലാത്തിനും തകർത്ത് കളയുന്ന എന്തോ ഒരു ജയിലാണെന്നുള്ള ഒരു നമ്പർ ആദ്യം തന്നെ നമ്മൾ ഒരു വെടി പൊട്ടിക്കും. ഞാൻ എന്റെ മകനോട് ആദ്യം പറഞ്ഞു, കൊറോണ കാലത്തായിരുന്നു, ഞാൻ നേരെ ഉൾട്ടാണ് പറഞ്ഞത്. എന്നെ എന്തെങ്കിലും ഇത് കളിക്കുമ്പോ എന്താണ്, സ്കൂൾ ചേർത്തൂല എന്ന് പറഞ്ഞു. 6 മാസം എന്താണ് സ്കൂൾ ചേർത്തില്ല എന്ന് പറയും. കാര്യങ്ങളൊന്നും സ്കൂൾ ചേർത്തൂല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ സ്കൂളിൽ ചേർത്തുക എന്നത് ആര് ഉത്തരവാദിത്തമായി? കുട്ടിയുടെ ഉത്തരവാദിത്തമായി മാറി. 2 മക്കളോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോ കൊറോണ സമയത്തൊക്കെ വർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ എന്താവും, ഓല് വർക്ക് ചെയ്യൂല, അല്ലെങ്കിൽ ചെയ്യൂ, അങ്ങനെയൊക്കെ ആകുമ്പോ നാലും ചെയ്യും. വർക്ക് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്നറിയും. പിന്നെന്താ, വീട്ടിലൊക്കെ ഉള്ള ട്രോഫി മറ്റൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാ ട്രോഫി ഒക്കെ കിട്ടണം, എന്ത് ചെയ്യണം, വർക്ക് ഒക്കെ ചെയ്യണം എന്നറിയും. അപ്പൊ ആ രീതിയിൽ കുട്ടികളെ നിങ്ങളും മാറണം. ഇപ്പൊ ഞാൻ SLC കഴിഞ്ഞതിന് ശേഷം ഇന്നോടൊന്നും പഠിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. എന്റെ ഉപ്പ ഒന്നും പഠിക്കണമെന്ന് മാക്സിമം ഒരു SLC ഒക്കെ പഠിച്ചാൽ മതി എന്നുള്ള അഭിപ്രായമായിരുന്നു. SLCക്ക് അപ്പുറം പഠിക്കണമെന്ന് എന്നോട് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മടിയുള്ള കുട്ടികളോടൊന്നും ഉന്തി സ്കൂളിലേക്ക് പറഞ്ഞേക്കരുത്. പഠിക്കടാ 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 എന്ന് പറയരുത്. സൗകര്യം ഉണ്ടോ പഠിച്ചാൽ അതിന്ന് അറിയണം. അപ്പൊ എന്ത് ചെയ്യും, പഠിക്കണം എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളൊരാൾ ഇങ്ങനെ പറയുമ്പോ നമുക്ക് തോന്നണ ഞാനൊക്കെ ഒന്ന് പ്രധാനപ്പെട്ട ഒരാളാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് പറയാം. ചില ആൾക്കാരുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ പോകാന്നറിയും. അതെന്തിനാ വെച്ചാല് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരെങ്കിലും പോകാറില്ല പെട്ടെന്ന് പറയണം, ഈ പോകുകയാണെങ്കിൽ എന്റെ ബക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത്, എന്റെ ബെഡ് ഞാൻ ബുക്ക് ചെയ്ത്, അവരോന്ന് ബുക്ക് ചെയ്ത്, ഡിക്ഷണറി ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് എന്നാ പോണെന്ന് വെച്ചാൽ അപ്പൊ പറയുന്നത് പോണില്ല എന്ന് പറയും. നമ്മൾ 10-20 വയസ്സായിട്ട് ഇപ്പോഴും ആർക്കോ വേണ്ടിട്ട് LKG-യിലും UKG-യിലും ഒക്കെ ഉള്ള കുട്ടികളെ മാതിരി ആ സംസ്കാരമൊക്കെ നിർത്തണം. നമുക്ക് സൗകര്യം ഉണ്ടോ പഠിക്കുക, അല്ലെങ്കിൽ നിർത്തിപ്പോവുക. നമ്മൾ ആരും കാത്തിരിക്കുന്നില്ല. നിങ്ങളെ വീട്ടുകാർ പോലും കാത്തിരിക്കണ്ടോന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സംതിങ് ലോകത്തോട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. മനസ്സിലായൊക്കെ? ഇപ്പൊ ഞാൻ B.Ed ചെയ്യാൻ പോണ സമയത്ത് അക്കീംസ്ഥാനോട് പറഞ്ഞു, അക്കീംസ്ഥാനോട് ഫോൺ വിളിച്ച് പറഞ്ഞു B.Ed. അപ്പൊ എന്താണ്, പിന്നെ സാധാരണ B.Ed അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് കൺഗ്രാജുലേഷൻ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണത്. ഇതും പോകാൻ ആകെ കൂടെ എന്തായി എനിക്കും അന്തല്ലാണ്ടാവാന്നുള്ളൊരു ആൻസർ എന്നോട് ചോദിച്ചാൽ. പക്ഷെ അപ്പൊ നമുക്ക് ഭയങ്കര ഒരു എന്തായി, ഞാൻ B.Ed പഠിക്കുന്ന എന്താണ് ഒരു മാഷാകെ എന്നതിന് അപ്പുറത്താണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ചോദ്യം നമുക്ക് ഭയങ്കര ഒരു ഉൾവിളിയായിരുന്നു. അപ്പൊ നമ്മൾ ചേർന്ന സമയത്ത് തന്നെ ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ എന്റെ ബാപ്പക്കൊക്കെ, നമ്മളെല്ലാരും ബാപ്പാർക്കും, നിങ്ങളൊക്കെ ഉമ്മയും ബാപ്പയും നാസയിലെ സയന്റിസ്റ്റ് ആണോ എനിക്കറിയില്ല. ഞാന് ഒരു കോഴിക്കോടുള്ള സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. നമ്മളിപ്പൊക്കെ ഉമ്മക്കൊക്കെ എന്താണ് വളരെ ലോവർ വിദ്യാഭ്യാസം, 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെയാണ്. ഉമ്മ 4ാം ക്ലാസ് ആണോ 3ാം ക്ലാസ് ആണോ എന്നറിയില്ല, ആ ഒരു വിദ്യാഭ്യാസമാണ് അർത്ഥം. പക്ഷെ നമ്മള് വിദ്യാഭ്യാസത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള ആളുകൾക്കൊക്കെ പാരന്റ്സ് ഒക്കെ എന്താണ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാൻ പോയ സമയത്ത് എന്റെ അപ്പുറത്തെ ടേബിൾ മേലെ ഇരിക്കുന്ന പെണ്ണിന്റെ മുത്തശ്ശി BSc ആണ്. മുത്തശ്ശി മനസ്സിലായില്ലേ? മുത്തശ്ശി BSc കെമിസ്ട്രി എന്നാണ്. എന്തായിരിക്കും മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ മാഫിയോ കവിയൊക്കെ ഒന്നുകൊണ്ട് കുറെ മാറിയിട്ടുണ്ട്. നമ്മളെ പാരന്റ്സിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് എനിക്ക് മകനെ ആദ്യത്തെ മോനൊക്കെ സ്കൂളിലൊക്കെ ചേർത്തുന്നതിന് മുമ്പ് ഒരു PhD ഒക്കെ നേരം പേരിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരു ഡോക്ടർ എന്നൊക്കെ വെക്കണ ഒരു രസമല്ലേ എന്ന് തോന്നി, ഒരു വാശി ഉണ്ടായിരുന്നു. അത് സാധിച്ചു. അപ്പൊ ഏകദേശം കൊറോണന്റെ തൊട്ട് മുമ്പ് എനിക്ക് PhD അവാർഡ് ചെയ്തു. അപ്പൊ നെയിം ഓഫ് ദ പാരന്റ് എഴുതുമ്പോ ഡോക്ടർ അലി ഹുസൈൻ ആണ് എഴുതി. അപ്പൊ എഴുതി എന്താണ്, ഒരു വാശിയാണത്. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, നിങ്ങൾക്ക് അക്കാഡമിക്സിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണ്ട, പാരമ്പര്യം ആവശ്യമില്ല. പഠിച്ചോനെ എന്റെ ഉപ്പൊന്നും സയന്റിസ്റ്റ് അല്ലല്ലോ, എന്റെ ഉപ്പ നാസയിൽ വർക്ക് ചെയ്യല്ലോ, മാഷല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു വിദ്യാഭ്യാസം ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ എന്ത് വിചാരിച്ചാലും അക്കാഡമിക്സിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നടന്നിരിക്കും. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. വെറുതെ ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. എന്ത് എക്സാം അതാണ് വളരെ യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ എന്താ ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് പഠിച്ചോനെ എനിക്ക് കിട്ടണേന്ന് വിചാരിച്ച് നടക്കും. പക്ഷെ നമ്മളാ വിചാരിക്കണം. അപ്പൊ ആ ഒരു വിചാരിക്കണം. അപ്പൊ അങ്ങനെ വിചാരിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ വിചാരിക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂളിൽ പോയി, മഞ്ചേരിയുള്ള ഒരു സ്കൂളിലാണ് പോയി. ഞാൻ B.Ed DLED വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളെ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ പോകും. എന്നിട്ട് ക്ലാസ് റൂമിന്റെ ബാക്കിൽ പോയി ഞാനിങ്ങനെ ഇരിക്കും.
അല്ല ഇവിടെ മുമ്പിലൊക്കെ പോയിരിക്കും, ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് എടുക്കാം. ഒരു ദിവസം ഈ മഞ്ചേരി യത്തീംഖാന സ്കൂളുണ്ടല്ലോ, മഞ്ചേരി യത്തീംഖാന സ്കൂളില്ലേ, ആ സ്കൂളിലാണ് പോയത്. ഒരു ദിവസം പോയ സമയത്ത് എട്ടാം ക്ലാസ് എട്ടിലെ ഒരു ഡിവിഷൻ, അന്ന് ഇംഗ്ലീഷിന്റെ പേപ്പർ വിതരണം ചെയ്യാം. ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ ഒബ്സർവ് ചെയ്തത്. അപ്പൊ ഒരു കുട്ടിക്ക്, ഒരു 2 ഹിന്ദു കുട്ടികളാണ്, ഒരു കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, 40-ൽ 32 34 മാർക്കുണ്ട്. വേറെ കുട്ടിക്ക് 40-ൽ 8 മാർക്ക്. 40-ൽ 32 കുട്ടിനോട് ഞാൻ ചോദിച്ചു, മോനെ വാട്ട് ഈസ് യുവർ അംബിഷൻ, വെറുതെ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോ ആ കുട്ടി പറഞ്ഞു, എനിക്ക് സൗണ്ട് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. സൗണ്ട് എഞ്ചിനീയർ കേൾക്കണോ? സൗണ്ട് എഞ്ചിനീയർ എന്ന റസൂൽ പൂക്കുട്ടി ശബ്ദത്തിന്റെ വേരിയേഷൻ ഒക്കെ അതിന്റെ വെറുതെ പറയുന്നല്ല, കഴിഞ്ഞിട്ട് പഠിക്കേണ്ട കോഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു. മറ്റേ കുട്ടിനോട് ചോദിച്ചു, 8 കിട്ടിയ കുട്ടിനോട് ചോദിച്ചു, മോനെ വാട്ട് ഈസ് യുവർ അംബിഷൻ, എന്താന്ന് വെച്ച്. അപ്പൊ ഞാൻ ആഗ്രഹം എന്താ വെച്ച്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താണ്, ഈ രണ്ട് കുട്ടികൾക്കും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു തരം തർബിയത്ത്. ഈ കുട്ടിന്റെ അച്ഛൻ എന്താണ്, ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ മറ്റേ കുട്ടിന്റെ അച്ഛൻ ഒരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരു പട്ടികജാതി എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ ഒരു കൂലി ഡ്രൈവർ, അങ്ങനത്തെ താഴ്ന്ന ആളാണ്. ഈ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, എഡ്യൂക്കേഷണൽ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ വാഫിയിലേക്കൊക്കെ വരുന്നതോട് കൂടിയിട്ട് ഈ ഒരു തിയറി എന്താണ്, ലംഘിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? അതിനെക്കാട്ടും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വേറൊരു ഫാക്ടർ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അതാണ് നിങ്ങളെ കൊളീഗ്സ്, നിങ്ങളെ സീനിയേഴ്സ്. വാഫി, അലുമിനി, വാഫി, WSF എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിയുള്ള അക്കാഡമിക് രംഗത്തുള്ള ഒരുപാട് ആളുകളെ ഒരു സർക്കിളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളെ ഫാമിലിനെക്കാട്ടും ഇമ്പോർട്ടന്റ് എന്തായി മാറുകയാണ്, ഈ ഒരു ചെയിൻ, ഈ സർക്കിൾ ആകാൻ പോവുകയാണ്. അതാണ് ക്രെഡൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് അക്കാഡമിക്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ തരത്തിലുള്ള ഒരു തരം എബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്, സ്റ്റഡി സ്കിൽ ഡെവലപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് ആക്റ്റീവ് എൻഗേജ്മെന്റ് ആണ്. ആക്റ്റീവ് എൻഗേജ്മെന്റ്, നമ്മൾ എല്ലായിടത്തും എൻഗേജ് ചെയ്യണം, ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യണം. നിങ്ങൾക്കിടയിൽ 2-3 വിഭാഗം ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഇരിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. 2-3 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്നാമത്തെ വിഭാഗം എന്താ അറിയോ, ഈ സംസാരം എപ്പോഴാ തുടങ്ങി? 8 മണിക്കല്ലേ? 8 മണിക്ക് മുമ്പുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഇന്ന് ഉച്ചക്കുള്ള ചോറ്, ഇന്ന് രാവിലെ എന്തായിരുന്നു, ഇന്നലത്തത്, അങ്ങനെ ആലോചിക്കാം. മനസ്സിലായോ? പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കാം. വേറെ ചില ആൾക്കാരുണ്ട്, പണ്ടാണ് ഈ സംസാരം കഴിഞ്ഞിട്ട് ഇന്ന് വാട്സപ്പ് നോക്കാണ്ട് ആരൊക്കെ മെസ്സേജ് അയച്ചു എന്നൊക്കെ റിപ്ലൈ കൊടുക്കണം. രാത്രി ഇവിടെ മൊബൈൽ പറ്റൂല. വേറെ എന്തെങ്കിലും കുറച്ച് കഥകൾ പറയാണ്ട്, കുറച്ച് കത്തി അടിക്കാണ്ട്, അങ്ങനെ പത്രം നോക്കാൻ, അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ആലോചിച്ച സമയങ്ങളെ. മൂന്നാമത്തെ വിഭാഗമാണ് എന്ത്, പ്രസന്റിൽ എൻഗേജ് ചെയ്യുക. ഇതാണ് നമ്മള് 3 വിഭാഗം ആളുകളെ അക്കാഡമിക്സിൽ വിജയിച്ച ആളുകളെ കുറിച്ച് പറയുന്നത് ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇൻ ക്ലാസസ് ആൻഡ് ഡിസ്കോഴ്സസ്. ഡിസ്കോഴ്സുകളിൽ എന്ത് ചെയ്യണം, നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം. ഏത് പീരീഡ് നടക്കുകയാണെങ്കിലും, ഏത് മതാകട്ടെ, ഭൗതികമാകട്ടെ, അസംബ്ലി ആവട്ടെ, എന്താണെങ്കിലും അതിൽ ഇൻവോൾവ്ഡ് ആവണം. അതിലൂടെ നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യും. ഒരാൾ പ്രസംഗിക്കുന്നത് മണ്ടത്തരമാണെങ്കിലും അത് ശ്രദ്ധിച്ചാൽ നിങ്ങളിലെ മണ്ടത്തരത്തിന്റെ അളവ് കുറയും. അപ്പൊ സമാജം ഒരു ടൂളാണ്. മനസ്സിലായോ? സമാജം എന്താണ്? ഒരു ടൂളാണ്. സമാജത്തിൽ എന്ത് ചെയ്യണം? അപ്പൊ നാഫി ഉസ്താദ്, മാഫിയൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഒന്നിച്ച് മർക്കസിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെയുള്ള പ്രതിഭാശാലിയായ ഒരു കുട്ടിയായിരുന്നു, ഒരു നാഫി കേൾക്കണോ? ഹിക്കമൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അസാമാന്യ പ്രതിഭയാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. സമാജത്തില് മുമ്പിൽ വന്ന് ഇരിക്കും. അയാൾ ഭയങ്കര പാണ്ഡിത്യമുള്ള ആളാണ്. ഏത് സമയത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ. പക്ഷെ മുമ്പിൽ വന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ സഫാത്തും മുമ്പിലും ഇങ്ങനെ കേൾക്കും. നമ്മളങ്ങനെ മനസ്സിലായ അപ്പൊ എന്താണ് മനസ്സിലാക്കുക, അതൊക്കെ ഓരോരുത്തർ ക്വാളിറ്റിയാണത്. അപ്പൊ നിങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ലിസൺ ചെയ്താൽ ഒരു കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ചാൽ ആ തെറ്റ് നിങ്ങളിൽ ഇല്ലാതാവും. ഇപ്പൊ ഇയാൾ എന്ത് മണ്ടാങ്ങട്ട പ്രസംഗമാണ് പ്രസംഗിക്കണേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. സമാജം ഉണ്ടാവാറില്ല ഇവിടെ. വിഷയം എങ്ങനെയാ പോകുന്നത്, അത് നിങ്ങൾ ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മണ്ടത്തരങ്ങൾ മനസ്സിലാവും. ചില ആൾക്കാർ ക്രിട്ടിക്കലായിട്ട് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. ഞാൻ കാസർഗോഡ് പഠിക്കുന്ന സമയത്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്, അവിടെ ഒരു മസ്ജിദില് റമദാന്റെ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് പ്രസംഗിച്ചു. ആൾക്കാരൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്.
ഒരു ബന്ധമില്ലാത്ത സംസാരമാണ് കുട്ടി പ്രസംഗിക്കുന്നത്. ഇന്നമല്ലാമാലിട്ട് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു അങ്ങനെയാണ് പറയാൻ. ഒരു ബന്ധമില്ല. പക്ഷെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇവന് സംസാരിക്കുന്നത് ബന്ധമല്ലാന്ന് മനസ്സിലാക്കണവർക്ക് എന്താവും? ബന്ധമില്ലായ്മ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ സമാജത്തിൽ പ്രസംഗിക്കുമ്പോ നിങ്ങൾക്ക് പ്രസംഗമില്ലെന്ന് മാത്രല്ല, നിങ്ങൾക്ക് പ്രസംഗമില്ലെന്ന് മാത്രല്ല സദസ്സിൽ ഇരിക്കൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണണം. ശ്രദ്ധിക്കാന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പൊ കാനഡയിലൊക്കെ എന്തുണ്ട്? ലിസണിങ്. കാനഡയിലെ സ്വീഡനിലാണ് ലിസണിങ് പാർക്ക് ഉണ്ട്. ലിസണിങ് പാർക്ക്, അതായത് പാർക്കിൽ പോയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്താൽ പൈസ കിട്ടും. അങ്ങനത്തെ പാർക്കുകളുണ്ട്. കാരണം ആളുകൾക്ക് ടെൻഷൻ, ഫ്രസ്ട്രേഷൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കാൻ പഠിക്കുക എന്നുള്ളൊരു സ്കില്ലാ. ഇപ്പൊ നമ്മളെ എന്താ പറയുക, സഫാരിയിൽ ഒരാളുണ്ടല്ലോ, സന്തോഷ് ജോറിന്റെ തള്ളിങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാള് എന്നിട്ട് ശ്രദ്ധിക്കുന്ന കാശ്. സന്തോഷ് ജോർ ഇങ്ങനെ തള്ളുന്നു, അയാൾ എന്ത് ചെയ്യുന്നു? ക്യാമറ ഉണ്ട് എന്നറിയുന്നു, അതിന് കാശാണ്. അപ്പൊ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ശ്രദ്ധിക്കാൻ ഫീസ് കൊടുക്കാണ് അദബ് എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്ത് കേരളത്തിൽ 5-10 കൊല്ലത്തിനടുക്ക് ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കപ്പെട്ട വാക്കാണ് അദബ്. അദബ് ശരിക്കും അദബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മിണ്ടാപ്പൂച്ചകളായി നിൽക്കണം എന്നാണോ അദബ് എന്നതിന്റെ അർത്ഥം? അല്ല. അദബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൾച്ചറിന്റെ പേരാ, ഡിസിപ്ലിൻ. അത് ലോകത്ത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റലിന്റെ പേരാ അദബ്, ഡിസിപ്ലിൻ. എന്ത് പറഞ്ഞാൽ ലോകത്ത് മതത്തിലും ഭൗതികത്തിലും വിജയിച്ച ആൾക്കാര് ഡിസിപ്ലിൻഡ് ആണ്. നരേന്ദ്രമോദി ഡിസിപ്ലിൻഡ് ആണ്, യൂസുഫ് അലി ഡിസിപ്ലിൻഡ് ആണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ അവർ ഡിസിപ്ലിൻഡ് ആണ്. അതുകൊണ്ടാണ് അവർ അവരുടെ ഫീൽഡിൽ എന്തായി വിജയിച്ചത്. നമ്മൾ അദബ് എന്ന് വിചാരിച്ചത് മിണ്ടാതെ ഇങ്ങനെ സമീന അത്തൈനാണ് മിണ്ടായിരിക്കലാണ് അദബ് എന്നാണ്. അങ്ങനെ ഒരു അദബിന്റെ അർത്ഥം ഉണ്ടെങ്കിൽ ഈമാൻ 70 ശാഖകളുടെ 70ാമത്തെ അർത്ഥമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ബാക്കി 69 അർത്ഥം ഈ പറഞ്ഞ രീതിയിലാണ്. മനസ്സിലായോ? അപ്പൊ അദബ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫിയാണ്. അദബ് എന്ന് പറഞ്ഞ എന്താണ്? മിണ്ടായിരിക്കുക. അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ നമ്മോട് കാണിക്കുന്ന ഒരു തരം ഡിസിപ്ലിൻ ആണ്, സെൽഫ് ഡിസിപ്ലിൻ. അതാണ് വലിയ ഇതാണ്. ഒരു 100 കോടി ഇവിടെ ഒരു ഡീല് നമുക്ക് ചെയ്യണം. 100 കോടിയുടെ ഒരു ബജറ്റ് എന്തോ ബജറ്റൊക്കെ അവതരിപ്പിച്ചല്ലോ ഇന്നലെ. ആ 100 കോടിന്റെ ഒരു പാലുണ്ടാക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചു. ഒരു 90 കോടിയോട് നിങ്ങൾ ഉണ്ടാക്കി, ബാക്കി 10 കോടി നിങ്ങൾ എന്ത് ചെയ്യാ? മുക്കി. എന്താണ്? അദബല്ല. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെ അഴിമതികള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, അതിലല്ല റിസർച്ച് നടത്തേണ്ടത്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അഴിമതിയിൽ റിസർച്ച് എടുക്കും, വേണ്ടാത്ത കാര്യങ്ങൾ റിസർച്ച് എടുത്തും അതിൽ അനുകരിക്കും. നല്ല കാര്യങ്ങളിലൊന്നും അനുകരിക്കുകയില്ല. പാശ്ചാത്യരൊക്കെ ഉണ്ടല്ലോ, പാശ്ചാത്യ സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ നടന്ന നമ്മളെ സമകാലിക വിവാദങ്ങളുണ്ടല്ലോ, ഇതൊന്നും അമേരിക്കയിലോ ഇങ്ങനെ ഉയർന്ന സമൂഹത്തിലോ നടക്കാൻ സാധ്യത കുറവാണ്. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ എന്താണില്ല, അമേരിക്കൻസിനെ യൂറോപ്യൻസിനെ എന്താക്കില്ല, അനുകരിക്കില്ല. അവരൊഴിവാക്കിയ കുറെ അന്തംഗമ്മിത്തരുണ്ടല്ലോ, അതിന് നമ്മൾ അനുകരിക്കുന്നു. മുമ്പ് ഒരു ഇന്ത്യയിലെ മന്ത്രി ഒരു തമാശ പറയാറുണ്ട്. ഇന്ത്യയിലെ ഒരു മന്ത്രി സ്വീഡന്റെ ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. പൊതുമരാമത്ത് മന്ത്രിയാണ്. ഇവിടത്തെ റിയാസ് ഉണ്ടല്ലോ, ആ വകുപ്പ്, റിയാസ് അല്ല ആ വകുപ്പ്. അങ്ങനെ സ്വീഡന്റെ മന്ത്രിന്റെ വീട് കണ്ടപ്പോ ഭയങ്കര അത്ഭുതപ്പെട്ടു. വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ്, എത്ര മനോഹരമായ വീടാണ് ഇത് വെച്ച്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ വീടിന്റെ മുകളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് വീടിന്റെ മുകളിൽ അങ്ങോട്ട് നോക്കിയെന്നാണ്. ആ നദി കാണില്ല വെച്ച്. ആ നദിന്റെ മുകളിൽ പാലല്ലേ, ആ പാലാണ് ഈ വീട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ കമ്മീഷനോട് ഉണ്ടാക്കിയ വീടാണ് ഇത് തന്നെ. മനസ്സിലായില്ലേ? അങ്ങനെ ഇന്ത്യയിലെ മന്ത്രിക്ക് നല്ലൊരു മെസ്സേജ് കിട്ടി. അങ്ങനെ 5 കൊല്ലം കഴിഞ്ഞപ്പോ ആ സ്വീഡന്റെ മന്ത്രി ഇന്ത്യയിലെ മന്ത്രിന്റെ വീട്ടിലേക്ക് വന്നു. സ്വീഡന്റെ മന്ത്രിനെക്കാട്ടും അടിപൊളി വീടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ച് വീടിന്റെ മുകളിലേക്ക് വന്ന് പിന്നെ പുഴയിലൊക്കെ മതി. അതാണ് പറഞ്ഞത്, ആ പാലാണെന്ന്. കാരണം അവിടെ പാലന്നല്ല, മനസ്സിലായോ? ആ പാലാണ് വീട്. അപ്പൊ ആ തരത്തിലുള്ള അനുകരണമാണ്. അപ്പൊ പാശ്ചാത്യത്തിൽ നമ്മൾ അനുകരിക്കുന്നത് എന്തിലാണ്? മൈനസുകളിൽ, അക്കാഡമിക് ഇന്റഗ്രിറ്റിയില്, സത്യസന്ധതയിൽ, ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ എന്താണില്ല, അനുകരിക്കുന്നില്ല. നിങ്ങൾ ലോകത്ത്, ഞാൻ ഇന്ത്യക്കാര് 3-ാം ലോക രാജ്യങ്ങൾ ചെയ്ത റിസർച്ചുകളൊന്നും കാര്യമായിട്ട് നോക്കാറില്ല. അതൊക്കെ കുറെ ഉടായിപ്പായിരിക്കും.
നിങ്ങൾ ജസ്റ്റ് റിസർച്ച് ഒക്കെ നോക്കിയാൽ മതി. മറിച്ച് അമേരിക്കൻസോ യൂറോപ്യൻസോ ഒക്കെ അവർക്ക് നോബൽ സമ്മാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവർ ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യും? ചിന്തിച്ച് എഴുതും. അതുകൊണ്ടാണ് കിട്ടണത്. നമ്മളൊക്കെ എന്താ ഇമിറ്റേറ്റ് ചെയ്യും. ക്രിയേഷനും ഇമിറ്റേഷനും രണ്ടായിട്ട് കാണാൻ പഠിക്കണം. അപ്പൊ ഇമിറ്റേഷൻ അല്ല, ക്രിയേറ്റ് ചെയ്യാവുന്ന, ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു തരം എബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. പിന്നെ അടുത്ത റിസർച്ചേഴ്സ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് ഉപയോഗിക്കാൻ പഠിക്കണം. എങ്ങനെയാ റിസോഴ്സ് ഉപയോഗിക്കുക? ഇവിടെ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ട്. ഇതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള വേറെയും റിസോഴ്സുകൾ ഉണ്ടാവും. റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അപ്പൊ ആ റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ പുസ്തകങ്ങളും വായിക്കരുത്. ആകെ നമുക്ക് അത്ര 10-60 കൊല്ലം ആയുസുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ 10-25 വയസ്സായില്ലേ? അതിന് വായിക്കാന്നൊക്കെ പറയുന്ന പ്രായം എന്ന് പറയുന്നത് ഒരു 10-30 കൊല്ലമേ. ഈ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിക്കരുത്. കാമ്പുള്ള, കഥയുള്ള, ഫണ്ടമെന്റൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ കാര്യമായിട്ട് വായിക്കാം. ചില പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യണം? വർഷത്തിൽ എന്ത് ചെയ്യണം? കൂടിയിട്ട് ലൈബ്രറി ബോർഡോ അല്ലെങ്കിൽ കൂടിയിട്ട് എന്ത് ചെയ്യണം? തള്ളിയതായിട്ട് പ്രഖ്യാപിക്കണം. അന്തല്ലാത്ത കുറെ പുസ്തകങ്ങൾ ഉണ്ടാവും. അതെന്താ? ലൈബ്രറിയിൽ നിന്ന് എന്ത് ചെയ്യാം? ചുട്ട് കരിക്കണം, അല്ലെ വേറെ എന്തെങ്കിലും കോളേജിലേക്ക് കൊടുക്കുക. വേറെ കുറെ കോളേജുകൾ ഉണ്ടല്ലോ, ആ കോളേജിലേക്ക് കൊടുക്കുക. ഒരു ഉയർന്ന സമൂഹമാണ് സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ വായനയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ഇപ്പോഴും സത്യധാരയും സുന്നി അഫ്കാറൊക്കെ അതിലുള്ള ഈ മാലൂമാത്തൊക്കെ ഉഷാറാണെന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥങ്ങൾ എന്താണ്? അത് മോശമായിട്ടില്ല, നിങ്ങൾ വളർന്നിട്ടില്ല എന്നതിന്റെ അർത്ഥം. ഓരോ തമീദി ആലിയ പി ജി കഴിഞ്ഞനുസരിച്ച് നമ്മളിങ്ങനെ ലെവൽ ഇങ്ങനെ കൂടി വരണം. സിമ്പിൾ ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്യണം. ഇത് ഈ ഭാഗം മാത്രം കട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എന്ത് ചെയ്യണം? നമ്മൾ ഇറക്കണാണെങ്കിൽ ശരി, നമ്മളേതെങ്കിലും മാഗസിൻ ഇറക്കണമെങ്കിൽ അത് നമ്മൾ CSE എന്തായാലും ഇങ്ങനത്തെ മാഗസിൻ ഇറക്കുന്ന സങ്കല്പിക്കുക. അതും നിങ്ങൾ എന്ത് ചെയ്ത് ഓവറായിട്ട് വായിക്കരുത്. അതൊക്കെ ഓരോ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള വായന, പബ്ലിക് വായിക്കാനല്ല. നിങ്ങൾ എന്താണ്? അക്കാഡമീഷ്യൻസ് ആവേണ്ടവരാണ്, പണ്ഡിതന്മാരാവേണ്ടവരാണ്. ഇപ്പൊ നിങ്ങൾ എന്താണ്? ഫത്തുൽ മീൻ നോക്കി പരിഭാഷ നോക്കിയിട്ടാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ കോഴ്സ് നിർത്തി പോകണം നല്ലേ. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? വേറെ ഏതോ കോളേജുകളൊക്കെ ഉണ്ടല്ലോ, പരിഭാഷയൊക്കെ നോക്കണ കോളേജുകൾ, ആ കോളേജായി മാറും. അല്ലാണ്ട് ഒന്നും ചെയ്യാതെ കുല്ലിയത്തുൽ ളുഅഫ ആയി മാറരുത്. മനസ്സിലായോ? കുല്ലിയത്തുൽ ആദാബിൽ ഫുനൂൻ വൽ ആദാബ് എന്നൊക്കെ പറഞ്ഞത് ളുഅഫാകളുടെ കോളേജായി മാറാൻ പാടില്ല. അങ്ങനെ നമ്മളാവരുത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ, അതിനെ കുറിച്ചാണ് പറയുന്നത്. റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കും, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. എല്ലാ പുസ്തകങ്ങളും വായിക്കരുത്. സെലക്ട് ആയിട്ടുള്ള നിങ്ങളുടെ ഏരിയയിലെ നല്ല നല്ല ഫണ്ടമെന്റൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാം. നോവൽ വായിക്കാം. തഷ്ദീബിന്റെ ഇന്റർവ്യൂല് ഞാൻ ചില ചോദ്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി. വഫീലൊക്കെ തന്നെ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാന്ന് ചോദിച്ചപ്പോ ഹബീബിനെ പ്രണയിച്ചവൾ, അതുപോലെ തന്നെ ഫിറോസ് ഖാൻ പുത്തനങ്ങാടിയുടെ ബുക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചെങ്കിൽ അസ്സലാമു അലൈക്കും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ആവരുത്. അതൊക്കെ മോശമാണെന്നെല്ലാം പറയുന്നത്. അതൊന്നും മോശമാണ് എന്നല്ല പറയുന്നത്. നമ്മൾ ഇപ്പോഴും അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന സംശയമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കുന്ന സമയത്ത് മലയാളത്തിൽ വായിക്കുകയാണെങ്കിൽ നല്ല നല്ല നോവലുകൾ വായിക്കാം. ആനന്ദിന്റെ നോവല്, OV വിജയന്റെ നോവല്, അങ്ങനെ വലിയ ലീഡിംഗ് ആയിട്ടുള്ള നല്ല ആൾക്കാരുടെ വായിക്കാം. എല്ലാ ചവറും വായിച്ച് സമയം കളയരുത്. നിങ്ങൾ സാഹിത്യ നിരൂപണത്തിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തോ? എല്ലാം വായിച്ചിട്ട് നിരൂപണം എഴുതിയിട്ട് പൈസ ഉണ്ടാക്കിയോളി. പക്ഷെ ഒരു സാഹിത്യത്തിൽ കഴിവുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? നല്ല നല്ല ചിന്തകളെ തീ പിടിപ്പിക്കുന്ന വായനകൾ ഉണ്ടാവണം. മനസ്സിലായെങ്കിൽ അപ്പൊ ആ രീതിയിൽ നമ്മുടെ വായനകൾ എന്താക്കാൻ പറ്റും? ഓഫ്ലൈൻ ആയിട്ടുള്ള വായനകൾ. ഇനി ഓൺലൈനിലോ? ഓൺലൈനിലും ശ്രദ്ധിക്കാം. ഓൺലൈൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഉയർന്ന ക്ലാസ് പോകുന്നതിനനുസരിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് പകരം ഗൂഗിൾ സ്കോളർ സെർച്ച് ചെയ്യാം. ഗൂഗിൾ സ്കോളർ അക്കൗണ്ട് ഉണ്ടോ? ഗൂഗിൾ സ്കോളറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ? അതൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കണം. സിമ്പിൾ ആണ്. ഹൗ ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇൻ ഗൂഗിൾ സ്കോളർ എന്ന് യൂട്യൂബ് നോക്കിയാൽ കിട്ടും. എങ്ങനെ കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഗൂഗിളിൽ എല്ലാ ചവറും ഉണ്ടാവും. ഗൂഗിൾ സ്കോളറിൽ കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള പഠനങ്ങളും മറ്റും ഉണ്ടാകാം. അതുപോലെ തന്നെ അക്കാഡമിയ, റിസർച്ച് ഗേറ്റ്, പിന്നെ ജെ സ്റ്റോർ, പിന്നെ എന്താ പറയാ ടൈലർ ആൻഡ് ഫ്രാൻസിസ്, ചില യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? അവര് പിയർ റിവ്യൂഡ് ആയിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ആധികാരികമായി ഉറപ്പ് വരുത്തിയ വിവരങ്ങളെ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠനം നടത്തുന്നുണ്ടെങ്കിൽ ഗൂഗിൾ സ്കോളറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആസ്ക് ചെയ്യാം. എല്ലാ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങളെ വിഷയത്തെ കുറിച്ച് ലോകത്ത് നടക്കുന്ന മെസ്സേജ് അല്ല പഠനങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആധികാരികമായിട്ടുള്ള ബുക്കുകൾ വായിക്കാൻ പഠിക്കണം. ചവർ മാത്രം വായിക്കരുത്. ചവർ വായിച്ചാൽ നമ്മളെന്താണ്, പൈങ്കിളികളായി മാറും. മനസ്സിലായോ? മനോരമ മാധ്യമം അല്ല, മനോരമ മാതൃ പിന്നെ ആഴ്ചപ്പതിപ്പ് മംഗളം മറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ, കഥ ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒന്നും ഉണ്ടാവില്ല. ഒരു തരം ഗോസിപ്പ്, അത് കേൾക്കാൻ ആൾക്കാർക്ക് എന്താണ് ഇഷ്ടം. പക്ഷെ അത് അക്കാഡമിക് രംഗത്തുള്ളവരെ അതെന്താവരുത്, അത് ഒരു ആകർഷമായി മാറരുത്. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ എന്താണ് ഫുള്ള് ചളി വർത്തമാനങ്ങൾ ഉണ്ടാകുക. നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കുറയും. റീൽസ് ഉണ്ടല്ലോ, റീൽസ് ഷോർട്സ് മാത്രം കാണുകയാണെങ്കിൽ നമ്മൾ അതിന് അഡിക്റ്റഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി കുറയും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ ഒരു കാര്യത്തിൽ ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ അടുത്തടുത്തന്ന് അങ്ങനെ പോകും. ഇപ്പൊ ഇൻസ്റ്റയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഞാനൊരു ബി എഡ് കോളേജിലും DLED വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇൻസ്റ്റ ഉണ്ട്. നമ്മളൊക്കെ ഇൻസ്റ്റയിലൊക്കെ ആകെ കുറച്ച് ഫോളോവേഴ്സ് ആണ്. ഇവരുടെ 35,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ചില കുട്ടികളുടെ വീഡിയോസ് ഒക്കെ 50 ലക്ഷം കാണും. എന്താ തനി മണ്ണാങ്കട്ട വർത്താനങ്ങളായിരിക്കും. നോക്കി ഇവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിട്ടാ മതി, അതിന് ലൈക്കാണ് കിട്ടുന്നത്. ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഇത് നിങ്ങളെ ആകർഷിപ്പിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അതൊരു സംഭവം നിങ്ങൾക്ക് തോന്നാൻ പറ്റൂല. അക്കാഡമിക്സിലും തദൈവ. അക്കാഡമിക് രംഗത്ത് നിങ്ങൾ ഇടപെടുമ്പോ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസർച്ചിലേക്ക് പോകണം. ഇനി എല്ലാത്തിലും ഉണ്ട് ഇത്. ഇസ്ലാമിക വിജ്ഞാന കാര്യങ്ങളിൽ എന്താണ്, അക്കിമാഫിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരുപാട് ഫിഖിന്റെ ഉസൂലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അതുണ്ടല്ലോ. അത് പഠിക്കുന്നതിന് പകരം അത് വിശദീകരിച്ചുകൊണ്ട് വേറെ കുറെ എഴുതുകൾ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ പറയാം. ഈ പ്രഭാഷകന്മാരാണ് ഈ രംഗം വഷളാക്കി കേരളത്തിൽ. കഴിഞ്ഞ ഞാൻ കേട്ടൊരു യൂട്യൂബ് പ്രഭാഷണം, 7 തരത്തിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്നാണ് പറയുന്നത്. 7 തരത്തിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ആ 7 പറഞ്ഞാൽ നമ്മളെ പെങ്ങന്മാരെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒന്നായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഇത് ഇയാളെ അഭിപ്രായം പറയല്ലോ. ഏതോ ഒരു ഗ്രന്ഥത്തിന്റെ ഷറഹിൽ ഉണ്ട് എന്ന് പറഞ്ഞ, ഒരു ഇമാമിന്റെ ഷറഹിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പറയേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അത് എന്തുകൊണ്ടും ചോദിക്കണം. ഇപ്പൊ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് മർക്കസ്, വളാഞ്ചേരി മർക്കസ് അവർ നടത്തിയൊരു ഫെസ്റ്റിന്റെ പേരെന്താണ്, ഐനി എന്നായിരുന്നു. ഐനി അതല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ എന്താണ് ചോദിക്കുമ്പോ നമ്മൾ മതം തിന്നാൽ വയറ് നിറയുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യം യുക്തിവാദികൾ ചോദിക്കാറുണ്ട് അല്ലെ. ഈ രവിചന്ദ്രനൊക്കെ ചോദിക്കാം, മതമല്ല പ്രശ്നം, മതം തിന്നാ വിശപ്പ് മാറുമോന്ന്. യുക്തിവാദം തിന്നാ വിശപ്പ് മാറുമോ? അപ്പൊ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് എന്താണ് ചൂളിപ്പോണത്? എന്തുകൊണ്ടാണ്? ഈ തരത്തിലുള്ള ഒരു തരം കൃത്യമായിട്ടുള്ള ക്രിറ്റിക്കൽ തിങ്കിങ്ങോട് കൂടിയിട്ട് ഈ റിസോഴ്സുകളെ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഓരോന്നിലും ഒളിപ്പിച്ചു വെക്കും. ആ ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. ഒരു കാര്യം എഴുതുന്നതിന് ഒരു ഫിലോസഫി ഉണ്ടാവും. ആ ഫിലോസഫിയുടെ പിന്നിൽ നിന്നാണ് അക്കാഡമിക്സിലെ എല്ലാ പുസ്തകങ്ങളും രചിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? നമ്മളുള്ള എല്ലാത്തിനും ഒരു ഫിലോസഫിയും ഒരു ചിന്തയുണ്ടാവും. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള ഏകദേശം എല്ലാ ഫണ്ടമെന്റൽ ആയിട്ടുള്ള വർക്കുകളും ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. അത് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവണം. ഉദാഹരണം പറഞ്ഞാൽ, വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാ? 1921. വാഗൺ ട്രാജഡി നടന്ന വർഷമാണ് 1921. നമ്മൾ ക്രിസ്മസ് മത്സരത്തിലൊക്കെ സ്വാതന്ത്ര്യദിനത്തിന്, റിപ്പബ്ലിക് ദിനത്തിന് ചോദിക്കും, വാഗൺ ട്രാജഡി നടന്ന വർഷം 1921, വെരി ഗുഡ് ആൻസർ എന്ന് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കും. പക്ഷേ ഇതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു തരം ചീറ്റിംഗ് ഉണ്ട്. എന്താണത്? ട്രാജഡി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദുരന്തം അല്ലെ? ട്രാജഡി എന്ന വാക്കിന്റെ അർത്ഥം ദുരന്തം എന്നാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ ആകസ്മികമായിട്ടുണ്ടാണ് ഞാൻ എന്താ പറയാ ദുരന്തം. ഇതിപ്പോ എന്ത് ചെയ്തു, ഇതിങ്ങനെ ഇപ്പൊ വീണിട്ട് ഒരാളെ കൈ പൊട്ടി, അതൊരു ദുരന്ത. ആ സെൽഫ് ഇങ്ങനെ മറിഞ്ഞു വീണിട്ട് ഓന്റെ കാല് പൊട്ടി, അതൊരു ദുരന്ത അല്ലേ? ആകസ്മികമായി ഉണ്ടാണിന കൊറോണ അല്ലെങ്കിൽ എർത്ത് കേക്ക്, ഇതൊക്കെ ദുരന്തങ്ങളാണ്. പക്ഷേ വാഗൺ അങ്ങനായിരുന്നോ? അല്ല.
വാഗൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്താണ് 1000, 800, 900 ഇത്രയോ ആൾക്കാരെ ഒരു ബോഗിയിൽ എന്താണ് കുത്തി നിറച്ചിട്ട് ബോഗിയിൽ കയറ്റി വിട്ടാണ്. അതിനെന്താ പറയാ? കൂട്ടക്കൊലയാണ്. കൂട്ടക്കൊലക്ക് ഇംഗ്ലീഷിൽ എന്താ കിട്ടുക? മസാക്കർ എന്നാണ്. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന് മസാക്കർ എന്ന വാക്ക് അറിയാത്തത് കൊണ്ടല്ല, വാഗൺ ട്രാജഡി എന്ന് എഴുതിയത് മനോഹരമായി അതിനെ പുട്ടിയടിച്ചതാണ്. അത് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. മനസ്സിലായോ? അതാണ് അക്കാഡമിക്സിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറെ നമ്മൾ പറയാറുണ്ട്, പിന്നെ പലപ്പോഴും പറയാറുണ്ട് ഈ കാളിദാസനെ കുറിച്ച് ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് പറയാറുണ്ട് അല്ലേ? കാളിദാസനെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് പറയും അല്ലേ? കാളിദാസൻ എന്താ ജനിച്ചെന്നറിയോ? എന്താ BC-യിലാണ്. ഷേക്സ്പിയർ എന്താ ജനിച്ചത് 1900-കളിലാണ്. ശരിക്ക് ഷേക്സ്പിയറിനെ യൂറോപ്യൻ കാളിദാസൻ എന്നാണ് പറയേണ്ടത്. അങ്ങനെയുണ്ട്. പക്ഷെ തിരിച്ചാ പറയാം, ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. അപ്പൊ എല്ലാ വിവരങ്ങൾക്കും ആ വിവരമായതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അഹ്ലുസുന്നയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരുപാട് സൈറ്റുകൾ കിട്ടും. ഷിയാക്കൾ എഴുതിയതുണ്ടാവും, മറ്റ് മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബി, അങ്ങനെ ആശയങ്ങളുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്താണ് കോപ്പി പേസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. റിസോഴ്സ് എങ്ങനെ ഉപയോഗിക്കുക എന്നത് ഒരു സ്കില്ലാണ്. ഇപ്പൊ ഫത്താവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൈറ്റുകൾ ഉണ്ടാവും, അതിലുണ്ടല്ലോ എന്ന് പറയണ്ട. അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകൾ എല്ലാ വിഷയത്തിലും ഉണ്ട്. അപ്പൊ ഓരോരോ വിഷയങ്ങളിലും പഠിക്കണം. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഇഷ്ടമുള്ള വിഷയത്തിൽ പഠിക്കണം. ഇഷ്ടമുള്ള വിഷയത്തിൽ എന്ത് ചെയ്യാ? പഠിക്കണം, സഞ്ചരിക്കുക, യാത്രകൾ പോവുക, അതൊക്കെ രസകരമായിട്ടുള്ള അനുഭവമാണ്. ഇനി വാഫി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ഒരു അഭിപ്രായം, പുതിയൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു കൊല്ലം തെണ്ടാൻ മാറ്റി വെക്കണം. എന്റെ ഒരു പുതിയൊരു അഭിപ്രായം അതാണ്. ഒരു വർഷം ജീവിതത്തിൽ എന്ത് ചെയ്യണം? തെണ്ടണം. കേരളത്തിൽ നിൽക്കരുത്, കേരളത്തിന്റെ പുറത്ത് പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ തെണ്ടി മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലാക്കണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മസനഗുഡി മാത്രല്ല, അതിനപ്പുറത്തും പോണം. ക്യാമ്പസുകളിലൂടെ അങ്ങനെയൊക്കെയുള്ള യാത്രകൾ ചെയ്തിട്ട് മനുഷ്യന്മാരെ മനസ്സിലാക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് PhD ഒക്കെ പോയത്. സത്യം പറഞ്ഞാൽ PhD എന്നൊക്കെ പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഭയങ്കര മുഷിപ്പും ഇതൊക്കെ ആയിരിക്കും ഉണ്ടാകാം. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിരുന്നു, സത്യം പറയാലോ. ഞാൻ ഇപ്പൊ അക്കിമാഫി പറഞ്ഞത് ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ വളരെ എൻജോയ്മെന്റോട് കൂടിയാണ് പോയത്. നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ചില വിഷയങ്ങൾ അഗാധമായി നിങ്ങൾ പഠനം നടത്താം. അഗാധമായ വിഷയത്തിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ കണ്ടെത്തിയിട്ട് ഇന്ത്യയിലെ വ്യത്യസ്ത ഉന്നതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ സെമിനാറുകൾ നടത്താറുണ്ട്. IIT-കള്, JNU അല്ലെങ്കിൽ അലിഗഡ്, ഐസർ, ഇങ്ങനത്തെ വലിയ വലിയ നമ്പർ 1 NIT-കളൊക്കെ അവര് സെമിനാർ നടത്തുന്ന സമയത്ത് സാധാരണ 2-3 തരത്തിലുള്ള സെമിനാറുണ്ട്. ഉഡായിപ്പ് സെമിനാറുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ കാട്ടിക്കൂട്ടുന്ന സെമിനാറുണ്ട്, ക്വാളിറ്റി ഉള്ള സെമിനാർ, അങ്ങനെ പലതുണ്ട്. ഈ നല്ല നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തുന്ന നല്ല സ്റ്റാൻഡേർഡ് സെമിനാർ, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ? നല്ല കാമ്പുള്ള റിസർച്ച് പേപ്പർ അയച്ചു കൊടുക്കുക. ആക്സെപ്റ്റഡ് ആയാൽ അവർ നിങ്ങൾ എന്ത് ചെയ്യും? സെമിനാർ പ്രസന്റ് ചെയ്യാൻ വിളിക്കും. അതിനുള്ള AC ടിക്കറ്റ് ഒക്കെ എന്താണ്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ പൈസ കൊടുത്ത് AC-യിൽ പോയിട്ടില്ല, ഒരിക്കലായിട്ട് പോയിട്ടുണ്ടോ അറിയില്ല. പോയതൊക്കെ ഇത് ഇങ്ങനെ പോയതാ. യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യും, ഡൽഹിയിൽക്കും മറ്റേ അജ്മീർക്കും മറ്റേ ഭുവനേശ്വർ, തിരുപ്പതി, ഇങ്ങനെ ഏകദേശം എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ ഉണ്ടല്ലോ. AC ടിക്കറ്റ് കിട്ടും, ഇങ്ങോട്ടും കിട്ടും, ഫുഡ് കിട്ടും, അക്കോമഡേഷൻ കിട്ടും. അങ്ങനെ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വിവിധ രാജ്യങ്ങളിലെ സുഹൃത്തുക്കള്, അക്കാഡമീഷ്യൻസ് ഒക്കെ എന്താക്കാൻ പറ്റും? ഉണ്ടാകും. അവരോട് നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും? പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ അമേരിക്കയിലൊക്കെ ഒരുപാട് വാഫികളൊക്കെ, അമേരിക്കയിൽ ഇംഗ്ലണ്ടിലൊക്കെ ഒരുപാട് വാഫികളുണ്ട് ഇപ്പൊ. അപ്പൊ ആ സർക്കിളിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ വരണം. ഞാൻ ചില കുട്ടികളോടൊക്കെ പറയാറുണ്ട്, പാങ്ങില് ഞാൻ ക്ലാസ് എടുക്കൽ കൂടി ഉണ്ട് ആഴ്ചയിൽ ഒരിക്കൽ. അപ്പൊ അവിടെ പറയാറുണ്ടായിരുന്നു, അവിടെ 20 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും 20 രാജ്യങ്ങളിലേക്ക് പോകണം. കുറച്ച് ആൾക്കാർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം. എന്തിനാ ഇവിടെ തന്നെ മനസ്സിലായില്ലേ? ലോകത്ത് ഇത്രയും രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിലേക്ക് പോകണം നമ്മള്. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ല മനുഷ്യനായി ജീവിക്കണം. ഇന്ത്യ മാത്രമല്ലല്ലോ ലോകത്തിലെ രാജ്യം, ഇന്ത്യ നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യമാണ്. അതിനും അപ്പുറത്ത് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ സ്വപ്നങ്ങള്, അങ്ങനെയൊക്കെ ജീവിക്കുക. കുടിയേറ്റം, മൈഗ്രേഷൻ ഒക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഹാപ്പിനെസിന്റെ ഘടകമാണ്. ഏതൊരു വാഫിന്റെ പറഞ്ഞു, ഇംഗ്ലണ്ടില് 15 കൊല്ലം നിന്നാലേ പൗരത്വം കിട്ടും.
15 കൊല്ലം ഇന്ത്യയിലേക്ക് വരാതെ നിന്നാ പൗരത്വം കിട്ടും തോന്നുന്നുണ്ട്. ഇംഗ്ലണ്ടിലേക്ക്. അപ്പൊ ഇതൊരു വാഫി 5 കൊല്ലത്തായിരിക്കും പേര്, 10 കൊല്ലം ഇനി വരൂലെന്നാ പറഞ്ഞത്. വാഫിയിൽ പഠിച്ച ആരോന്ന് നശിബല്ല, വേറെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം? മൊത്തത്തിൽ ചന്ദ്രനിലേക്ക് ആദ്യമായി കാലുകുത്തിയ വാപ്പി. അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഉയർന്ന സ്വപ്നങ്ങളിലേക്ക് പോകണം. വെറുതെ ഇവിടെ ഇങ്ങനെ തറയിട്ടാല് അല്ലെങ്കിൽ കൊണ്ടോട്ടി തുറക്കൽ ഈ ഭാഗം മാത്രം നമ്മളെ. ഇനി വാഫിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആലിയ കഴിഞ്ഞാൽ ഞങ്ങളൊരു മദ്രസ, ഇർഷാദ് സുബിയാൻ മദ്രസയിലെ ഒരു ഉസ്താദും നുസ്രത്തുൽ ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു അധ്യാപകനുമായിട്ട് 30 കൊല്ലം അങ്ങനെ. എന്നിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ സമയം 40 കൊല്ലമായി മദ്രസയിലെ ഉസ്താദ് ശ്രദ്ധേയനാകുന്നു. നിങ്ങളെ കുറിച്ച് ചന്ദ്രികയിലും സുപ്രഭാതത്തിലും ഒരു ന്യൂസ് വരും. അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. അതിനപ്പുറത്ത് നമ്മൾ സഞ്ചരിക്കണം, വായിക്കണം, ഇടപെടണം. ആ രീതിയിൽ എന്ത് ചെയ്യണം? ഒരു വൈബ് ഉണ്ടാക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. പിന്നെ അടുത്തത് എത്രയിപ്പോ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് റിസർച്ചേഴ്സ് കണ്ടെത്തിയത് എത്തിക്കൽ ബിഹേവിയർ. എത്തിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു തരം അക്കാഡമിക് ഇന്റഗ്രിറ്റി. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു തരം കള്ളത്തരം പറ്റൂല, ഉഡായ്പ പറ്റൂല എന്നർത്ഥം. അക്കാഡമിക് ഇന്റഗ്രിറ്റി, നമ്മൾ സത്യസന്ധത എന്ത് ചെയ്യണം? ആ ഒരു ശീലം. വെറുതെ എന്തെങ്കിലും തള്ളലല്ല. ചില ആൾക്കാരൊക്കെ എന്താണ് പ്രസംഗിക്കുന്ന സമയത്ത് എന്താണ് ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ വാട്സൺ ഇൽഡ്രാദ് പറയുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാളെന്നെ ഉണ്ടാവില്ല. വെറുതെ തള്ളാൻ പറ്റൂല. ഒരാളില്ലാത്ത നിങ്ങൾ പറഞ്ഞ ആൾക്കാരെ സ്വീകരിക്കൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? ഏതോ ജോൺ മിൽട്ടൺ ഇൽഡ്രാസൂൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് തള്ളന്നെ. അല്ലെങ്കിൽ ആൽഫ്രഡ് ഐൻസ്റ്റീൻ പറയുന്നു എന്നൊക്കെ പറയുന്നേ. ന്യൂട്ടൺ ഒരിക്കൽ പറയുന്നുണ്ടായി. ന്യൂട്ടൺ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ അക്കാഡമിക് ഇന്റഗ്രിറ്റി കളയുന്ന സംസാരങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പറ്റൂല. അതാണ് അടുത്തായിട്ട് പറഞ്ഞത്. പിന്നെ വേറൊന്ന് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈലാണ്. ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് അക്കാഡമിക്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസ്ഡ് ആകാൻ എന്താണ്? വെറുതെ എന്താണ് ഇമോഷണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കരുത്. ഒരു ബാലൻസ്ഡ് ആവണം. ഇപ്പൊ മുഅ്മിനീന്റെ അടയാളമായിട്ട് എന്താണ്? കതിർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മരത്തെ കുറിച്ച് പറയുന്നില്ലേ? ആ രീതിയിലായിരിക്കണം നമ്മളെ അവസ്ഥ. പ്രത്യേകിച്ചും ഹോസ്റ്റലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പൊ വാഫിയിൽ പഠിച്ച ഒരു കുട്ടി, കണ്ണൂരായിട്ടുള്ള കുട്ടിയാണ്, കോഴ്സ് നിർത്തി പോകാൻ കാരണം എന്ന് വെച്ചാല് ആരോ കളിയാക്കിയതുകൊണ്ട് അത്ര. ഹോസ്റ്റലിന് കളിയാക്കി. എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്തേരങ്ങളൊക്കെ പറയാ എന്തുട്ടടാന്നൊക്കെ പറയൂ. തുടക്കത്തിലൊക്കെ എന്താണ് നമ്മളെ ഭാഷയെ കുറിച്ച് മറ്റുള്ളവർ കളിയാക്കാനിട്ട് നമ്മൾ നിർത്തിപ്പോയാല് എന്താ അവസ്ഥ? അപ്പൊ നമ്മൾ ബാലൻസ്ഡ് ആവണം. ഒരു ഹോസ്റ്റലാണ് സമയത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാരുണ്ടാവും ഒന്നിനും അഡ്ജസ്റ്റഡ് ആവില്ല. ചില ആൾക്കാരുണ്ടാവും ബെഞ്ചുമിലൊക്കെ എന്ത് ചെയ്യും? വരട്ടിടും, ഇങ്ങോട്ട് നീങ്ങാൻ പറ്റൂല, ഇങ്ങോട്ട് നീക്കാൻ അടിയാ. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇന്റെ കപ്പ് ആരും എടുക്കാൻ പറ്റൂല. അങ്ങനെ ഫുൾ ആ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആവുന്ന ആളുകളായി മാറണം നമ്മൾ. അപ്പൊ അത് അക്കാഡമിക്സിൽ എന്താണ്? ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആകുക എന്ന് പറയുന്നത്, ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അക്കാഡമിക് വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ വേറെയും പറയുന്നുണ്ട് ഗോൾ സെറ്റിംഗ്, മോട്ടിവേഷൻ എന്നൊക്കെ വേറെയും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അക്കാഡമിക്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഇടം ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. നമുക്ക് നമ്മളെ ഉണ്ടാവും പറയാറില്ലേ? അത് വലിയൊരു വചന. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെന്താണ്? മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് ആത്യന്തികമായിട്ട് നമ്മളാണ്. ആ ഒരു സത്യം അക്കാഡമിക്സിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇടം ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് സഹായം കിട്ടും. ഫിനാൻസ് ഒരു പ്രശ്നമായി കാണരുത്. ഫിനാൻസ് ഒരു പ്രശ്നമായി കാണരുത്. ഞാൻ എങ്ങനെ പറയല്ല, എന്റെ വീട് വലിയ ദാരിദ്ര്യമുള്ള കുടുംബമൊന്നുമല്ല, ഒരു മിഡിൽ ക്ലാസ് അത്യാവശ്യമുള്ള ഒരു ഫാമിലിയൊക്കെയാണ്. പക്ഷെ ഞാൻ പഠിക്കാൻ ഒരു രൂപ പോലും എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഒരു രൂപ പോലും ഞാൻ എന്താണ് പഠിക്കാൻ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടില്ല. മാത്രല്ല ഞാൻ പഠനം തുടങ്ങി ഓരോരോ കൊല്ലവും വീട്ടിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന തോത് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. അതൊക്കെ വഴികൾ ഉണ്ടാകും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെല്ലാം ആയിട്ട്
ഫീസും എല്ലാം കൂടി ആയിട്ട് പഠിക്കാനാണ് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാകുക വല്ലാത്ത പഠിക്കും, അങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നുള്ള ഒടുക്കത്തെ ഒരു കോൺഫിഡൻസ് വേണം. ആൾക്കാർ കളിയാക്കിക്കോട്ടെ, പക്ഷെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറാനും ഒരു തരം മൊബിലൈസേഷൻ നടക്കാനൊക്കെ ഈ തരത്തിലുള്ള എബിലിറ്റീസ് നമ്മളെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ഒടുക്കത്തെ കോൺഫിഡൻസ്, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യും എന്നൊരു വാശി നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ശരാശരിക്കാരായിട്ട് ഒരു കാര്യമില്ല. ശരാശരിക്കാരുടേതല്ല ലോകം. ശരാശരിക്കാർ ആരെങ്കിലും ശ്രദ്ധിക്കോ? എന്തെങ്കിലും ഒന്നിലും എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു എമിനൻസ്, എക്സലൻസ് ആണ്. അക്കാഡമിക് എക്സലൻസ് അല്ലേ, ഇനി എന്തിലെങ്കിലും ഒരു എമിനൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ ഇനിയത്തെ കാലത്ത് ശ്രദ്ധിക്കുള്ളൂ. ആവറേജ്, ബിലോ ആവറേജ് ഒരു ഫീൽഡിലും വിജയിക്കാൻ കഴിയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പണിക്ക് വിളിക്കുന്ന സമയത്ത് ഒരു പെയിന്റിങ് ഒരാളുണ്ട്, ശരാശരി ഞാൻ ചെയ്യുന്ന ഓനെ വിളിക്കോ? ശരാശരി ഞാൻ പെയിന്റിംഗ് ഒക്കെ ചെയ്യും. പടവങ്ങണ്ട് ശരാശരി കുഴപ്പമില്ലാതെ പടവ് നമ്മൾ വിളിക്കോ? വിളിക്കൂല. അങ്ങനെ എല്ലാത്തിനും ശരാശരിക്കാർ, ബിലോ ശരാശരിക്കാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകം എക്സലൻസിന്റേതാണ്. കാരണം ഇന്ത്യയിൽ എന്ന് പറഞ്ഞ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ കൂടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ മതി. എന്ത്? ഓഫീസ് ബോയ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ വെറുതെ പോസ്റ്റ് ഇടുക. ഇത് നിങ്ങൾ നമ്പർ നോക്കുക. മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനത്തിലേക്ക് ഓഫീസ് ബോയ് ആവശ്യമുണ്ട്, സാലറി 12,000 കൊടുത്തു നോക്കിയേ, 10-30 ആൾക്കാർ നിങ്ങളെ വിളിക്കും. ഇത്രയും തൊഴിലില്ലായ്മയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സലൻസ് ഉള്ളവർക്ക് അതിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. എക്സലൻസ് എങ്ങനെ ഉണ്ടാകുക? ഇങ്ങനെ അന്തം വിട്ടുന്ന എക്സലൻസ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അന്തം വിടുകയാണെങ്കിലും ഇന്റർനാഷണൽ അന്തം വിട്ടാൽ ചിലപ്പോ ഓന് അന്തം വിടലിന് ചിലപ്പോ നോബൽ സമ്മാനം കിട്ടും. അങ്ങനെയുണ്ട്. ചില യൂട്യൂബിലൊക്കെ ഉണ്ട് അന്തം വിട്ട്, അന്തമില്ലാത്ത കുറെ വർത്തമാനം പറയാ, അതിൽ ഉൾപ്പില്ലാതെ. അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ കൊമേഡിയനൊക്കെ ആയിട്ട് മാറും. അതിലും എക്സലൻസ് വേണമെങ്കിൽ അതിലും എന്ത് ചെയ്യണം? എമിനൻസ് വേണം. കൊമേഡിയൻസ് ഒക്കെ അതല്ലേ, ഈ ചാർലി ചാപ്ലിൻ ഉൾപ്പെടെയുള്ള ഈ കൊമേഡിയൻസ് എന്നാ സഫാത്ത് പറയല്ലേ? സത്യം പറഞ്ഞ ഈ കോമഡി ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ കുറെ തള്ളലുകളൊക്കെ എന്താണ്, അതിലൊരു എമിനൻസ് ഉണ്ട്. ICU എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ചളി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങള്, തമാശകളൊക്കെ എന്താണ്, അതിന് അവർക്ക് അതിന്റെ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ എന്തിനും ഒരു എമിനൻസ് നിങ്ങൾക്ക് വേണം, എന്തിലെങ്കിലൊക്കെ എമിനൻസ് ഉണ്ടാകുക എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ അക്കാഡമിക്സിലാണെങ്കിലുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. അതും അല്ലാത്തതിലൊക്കെ സംതിങ് എന്ത് ചെയ്യണം, ഒരു പ്രസൻസ് അടയാളപ്പെടുത്തുന്ന ജീവിതത്തിൽ. ഞങ്ങൾ ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾ തോന്നണം. നമ്മൾ ഫത്തുൽ മൊയ്ൻ ഓതില്ലേ? അല്ലേ? ഫത്തുൽ മൊയ്ൻ ആരാണ്ടാക്കിയേ? ആരാ രചിച്ചത്? സൈനുദ്ദീൻ മഖ്ദൂം അല്ലേ? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് 400 കൊല്ലം കഴിഞ്ഞു. 400 കൊല്ലം കഴിഞ്ഞു. പക്ഷെ ഇനിയും ഫിഖ് ഒരുപാട് ആവശ്യമുണ്ട് കേരളത്തില്. നമ്മൾ സിലബസ് പരിഷ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ്, പ്രത്യേകിച്ചും ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു നല്ലൊരു ലക്ഷണമൊത്ത ഫിഖ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അന്വേഷിക്കാറുണ്ട്. ഹക്കീമാഫിക്കൊക്കെ അറിയാം, പക്ഷെ കിട്ടൂല. ഇവിടെ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും പണ്ഡിതന്മാരും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്തേ കേരളത്തിന് പറ്റിയ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള അറബിക് ലാംഗ്വേജിലുള്ള ഒരു ഫിഖ് പോലും ഉണ്ടാവാത്ത? നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല. നബാത്തി ഖുത്ബ അത്യാവശ്യം നമുക്കൊക്കെ ഒരു അറബിയൊക്കെ അറിയുന്ന ആൾക്കാരാണ്. എന്നാലും ചിലപ്പോ നബാത്തി ഖുത്ബ കേട്ടാ മനസ്സിലാവില്ല. മനസ്സിലാവോ? ഫക്രൻ ഫക്ര എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഉണ്ടാകുക. അതല്ലല്ലോ ഖുത്ബ ഉണ്ടാക്കിക്കൂടെ? അതിൽ ഏപ്പിക്കാരെ കുറിച്ചാണ് എനിക്ക് തോന്നാറുണ്ട്. ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ട് വിവാദം ഉണ്ടാക്കരുത്. ഈ മർക്കസ് കോംപ്ലക്സിലും മറ്റൊക്കെ ഉള്ള ചില ഖുത്ബകളൊക്കെ എന്താണ്, നല്ല ഭാഷയിലൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ ഉണ്ടാവാറുണ്ട്. വേറെ മാഫികളും ഉദവികളൊക്കെ ചെയ്യുന്ന നല്ല ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എല്ലാം പൊളിച്ച് ചെയ്തിട്ട് പുതിയ എന്തോ ഒരു ഇസ്ലാം ഉണ്ടാക്കണം എന്നല്ല. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നിയിട്ട് അതിൽ ഉറച്ചു നിന്നിട്ട് ശൈലികളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രമിക്കാനുള്ള ഒരു ഇടപെടൽ, അക്കാഡമിക്സിലൊക്കെ ഇടപെടാനുള്ള ഒരു ശേഷി, ശക്തി നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഒരു വാശിയോടെ, ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അതാണ് നമ്മളാക്കുന്ന ഘടകം. ഇപ്പൊ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് ജസ്റ്റ് സൂചിപ്പിക്കണം എന്നതുകൊണ്ട് 1-2 കാര്യങ്ങൾ അതോടെ കുറിച്ച് സൂചിപ്പിക്കാം. വാഫി കഴിഞ്ഞിട്ട് ഇപ്പൊ 8 വർഷം കഴിഞ്ഞാണെങ്കിൽ ആ പഠനം കഴിഞ്ഞിട്ട് നിങ്ങൾ
പഠനം അവസാനിപ്പിക്കരുത്. ഇന്ത്യയിലും ലോകത്തും പഠനം ഒരു കരിയറാക്കി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പഠിച്ചാൽ കാശ് കിട്ടും, പഠിക്കണേന് കാശ് കിട്ടും. ഇപ്പൊ ഈ ഇഹ്സാനുൽ ഇഹ്തിശാം എന്ന് പറഞ്ഞിട്ട് ജെഎൻയുലൊക്കെ ഉള്ള ഒരു ചെക്കനുണ്ട്, മലയാളിയാണ്. ഓന് അമേരിക്കയിൽ എന്തോ പഠനം നടത്തുകയാണ്. ഈ റിസർച്ചിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ കടലിലെ സംഗീതത്തെ കുറിച്ച്, ഈ കുഞ്ഞാലി മരക്കാൻ മറ്റേ കടലൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വേണം. 6 കോടിയാ സ്കോളർഷിപ്പ്. 6 കോടി. മഹമ്മൂദ് കുരിയ ഉണ്ടോ, മരുമക്കത്തായത്തെ കുറിച്ച് 1-2 കോടിന്റെ സ്കോളർഷിപ്പ്. പഠിക്കണേന് പഠനം ബിസിനസ്സാണ്, പഠിക്കണേന് കാശാണ്, നല്ല രസമാണത്. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഇഷ്ടമായിട്ട് സ്കോളർഷിപ്പ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സത്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് വിഷയങ്ങളുണ്ടല്ലോ, അതില് നമ്മളെ പോലെ വിഷയം കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്കാണെങ്കിൽ യൂറോപ്പിലൊക്കെ നല്ല ഫണ്ട് ചെയ്തുള്ള പഠനങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട്, പ്രത്യേകിച്ചും ഈ സെപ്റ്റംബർ 11 ശേഷമുള്ള ഒരു റിസർച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒരുപാട് ലക്ഷങ്ങൾ കോടികളൊക്കെ ഫണ്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാം, ഏത് വിഷയത്തെ കുറിച്ച് പഠിക്കാം. റിസർച്ച് ആണ് അതാ. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനത്തെ സർക്കിളിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം. അപ്പൊ അതിന് വീണ്ടും എന്ത് ചെയ്യണം, അങ്ങനത്തെ സർക്കിളിലേക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി, കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ഉന്നത യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഉന്നത യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക, അവിടെയുള്ള സെമിനാറിലൊക്കെ പങ്കെടുക്കുക, അവിടെ പഠിക്കുക, ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പോവുക. അങ്ങനെ കുറച്ച് എന്ത് ചെയ്യുക, ജീവിതത്തിൽ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ പുതിയ പുതിയ വാതായനങ്ങൾ നമുക്ക് തുറക്കും. ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോഴാണ് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, വ്യത്യസ്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഞാൻ അവിടെയാണ് പഠിച്ചത്. കേരളത്തിലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിലെ കുട്ടികളുണ്ട്, ചില വിദേശ രാജ്യങ്ങളിലെയും കുട്ടികളുണ്ട്. അപ്പൊ എന്താണ്, അവിടെയുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോ ലൈവായിട്ട് കുറെ ബുക്ക് വായിച്ച അറിവ് കിട്ടും. ഉഗാണ്ടെന്ന് കേട്ടിക്കണോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യമല്ല, യുഗാണ്ട എന്നാത്രേ. ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു യുഗാണ്ടക്കാരിൽ നിന്നാണ്. കാസർഗോഡ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വിദേശ രാജ്യങ്ങളിലെ ആളുകളുണ്ട്. വേർ ആർ യു ഫ്രം ചോദിച്ചപ്പോ അവർ പറഞ്ഞെന്താണ്, ഐ ആം ഫ്രം യുഗാണ്ട എന്ന് പറഞ്ഞു. എവിടുന്ന്? യുഗാണ്ട എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ എവിടുന്ന്, നമ്മളെന്ന് വന്നൊരു അല്ല, യുഗാണ്ട അല്ല, ഉഗാണ്ട ഞങ്ങൾ പറയുന്നു, നമ്മളാണ് പറയാ. ഓല രാജ്യത്തിന്റെ പേര് ഓല് പറയുന്നത് എന്താണ്, യുഗാണ്ട. അതെനിക്ക് മനസ്സിലായത് എന്താണ്, ആ എക്സ്പീരിയൻസിലൂടെ. സ്വാസിലാൻഡ് എന്നുള്ളൊരു രാജ്യമുണ്ട്, കേട്ടോ? സ്വാസിലാൻഡ് എന്നുള്ള രാജ്യമുണ്ട്, കേട്ടിക്കണോ? അത് ഞാൻ കേട്ടത് ഒരു പെണ്ണ് വേറെ ഫ്രം ചോദിച്ചപ്പോ ഞങ്ങൾ അപ്പുറത്തുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഒരു പെൺകുട്ടി സ്വാസിലാൻഡിലാണ്. സ്വാസിലാൻഡ് ഒരു രാജ്യം, അത്ര ആഫ്രിക്കയിലുള്ള രാജ്യമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യന്മാര്, സംസ്കാരം, ജനങ്ങള് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് മാത്രമല്ല ലോകം, അതിനപ്പുറത്തുള്ള ലോകമുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കൊളാബറേറ്റ് ചെയ്യാവുന്ന ഇടാണ് യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കേരളത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, കേരളത്തിന് പുറത്തുള്ള ലോകത്തെ കുറിച്ച് നമ്മളിങ്ങനെ ഇവിടുന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അവിടുത്തെ വൈബ് അങ്ങനെയാണ്. ഇപ്പൊ പർദ്ദുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്രമിക്കാൻ വന്ന ഒരു ചിത്രങ്ങൾ കണ്ടില്ലേ? അങ്ങനത്തെ ഒരു സാമൂഹിക ക്രമമാണ് അവിടെ ഉള്ളത്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സമയത്ത് പിന്നെ എനിക്ക് കുട്ടിണ്ടായി, പഠിച്ചോണ്ട് കുട്ടിണ്ടായെന്ന് പറയല്ലോ കേട്ടോ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ലഡു വിതരണം നടത്തി. അങ്ങനെ ഒറീസയിലുള്ള അഭിനാഷ് ഒരു ആൺകുട്ടി ഉണ്ട്. ആ കുട്ടിക്ക് ഞങ്ങളെ ഹോസ്റ്റലാണ്. അപ്പൊ അവൻ എന്നോട് പറയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിമുമായിട്ട് സംസാരിക്കണം നിങ്ങളോടാണ് അലി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാ. 22 വയസ്സുള്ള ഒറീസക്കാരനായിട്ടുള്ള അവിനാശ് ആദ്യമായിട്ട് ഒരു മുസ്ലിമിനോട് സംസാരിക്കണ എന്നോട് അത്രേ. ഒരു ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഒറീസയിൽ മുസ്ലിങ്ങളിലെ മുസ്ലിങ്ങളുണ്ട്, നാട്ടിൽ മുസ്ലിങ്ങളുണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒറീസയിലെ മാർക്കറ്റിലേക്ക് പോണ സമയത്ത് ഒരു മുസ്ലിമായ, ഞാൻ കുറച്ച് തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ തൊപ്പിയൊക്കെ ഇട്ട ഒരാളെ കണ്ടാൽ ഞാൻ എന്റെ അച്ഛന്റെ കൈ ഇങ്ങനെ പിടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ വിശ്വാസം ആ മുസ്ലിം എന്നെ കൊന്നു കളയുന്ന അത്രേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഫിലിംസ് ആണ്. ശരിയാണ്, ഫിലിംസിൽ അനാവശ്യമായിട്ട് ഒരു ബന്ധമില്ലാതെ വില്ലന്റെ വേഷം എന്തായിരിക്കും, തൊപ്പിയായിരിക്കും. ഹിന്ദി ഫിലിമൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ബോധപൂർവ്വം ഉണ്ടാക്കാണ്. മലയാളത്തിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളൊക്കെ എന്ത് ചെയ്യാ, തലയെക്കെട്ട്, അതൊക്കെ എന്താണ് ഒരു തരം അങ്ങനെ ഉണ്ടാകുക. ഉഡായിപ്പിന്റെ ഉസ്താദ് എന്നാ പറയാ അല്ലേ?
അല്ലേ? ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വാക്കല്ലേ, അതിനെന്താ ഉഡായിപ്പിന്റെ ഉസ്താദ്, സർവ്വതമ്മ, അങ്ങനെയൊക്കെ ഉസ്താദ് എന്ന വാക്ക് പറയാം. ശ്രേഷ്ഠതകളുടെ ഉസ്താദ് എന്നൊന്നും ആരും പറയാറില്ല. ഇങ്ങനെ പറയാം. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. തോറ്റ് തൊപ്പി ഇട്ടു, ജയിച്ചു തൊപ്പിട്ടു എന്താ പറയാത്ത, തോറ്റ് തൊപ്പിട്ടു എന്നേ പറയുള്ളൂ. മനസ്സിലായി? അങ്ങനെ മൊത്തത്തിൽ നമ്മള് മാത്രമല്ല, സമൂഹത്തിലെ താഴ്ന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ മാത്രം നെഗറ്റീവ് സിമ്പിൾ ആക്കി മാറ്റാം. ചെറ്റ എന്ന് പറയുന്നത് എന്താ? ചെറിയല്ലേ? ശരിക്കും ചെറ്റ എന്ന് പറയുന്നത്, ചെറ്റക്കുടിൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള താഴ്ന്ന വിഭാഗം ഹിന്ദുക്കള് താമസിച്ച വീടാ. ചാത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാത്തൻ എന്താണ്? ഒരു മൈനസ് വാക്കാണ്. സാധാരണ ചാത്തൻ എന്ന വാക്ക് ഈ ചെറുമീമിന്റെ SC/ST ഉള്ള ആ വിഭാഗത്തിലെ ആൾക്കാരെ വാക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത് തന്താ തള്ള ഏതാ? ശരിക്കും അസിലൻ മലയാളത്തിലെ അസില് തന്താ തള്ളാനുള്ള. നിങ്ങൾക്കറിയോ? അസില് ഭാഷ തന്താ തള്ളാനുള്ളതാണ്. പിന്നെ സംസ്കൃതം മറ്റൊക്കെ കഴിഞ്ഞ് മാതാവ് പിതാവ്, മാതാവേ അല്പജലം ശുദ്ധജലം തന്നാൽ എന്നൊക്കെ പറയല്ലോ, ആ രീതിയിലേക്ക് മാറ്റി. ശരിക്കും ബേസ് തന്താ തള്ളാണ്. പക്ഷെ തന്താ തള്ളപ്പോ എന്തായി മാറി? തെറിയായി മാറി. അപ്പൊ ഇവിടെയുള്ള അടിസ്ഥാന വിഭാഗത്തിന്റെ അല്ലെങ്കിൽ താഴ്ന്ന ആൾക്കാരെ ഭാഷ എന്തായി? തെറിയാക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഉണ്ടാണ്. ഇതിനൊക്കെ പിന്നിൽ വെറുതെ ഉണ്ടാകല്ലേ, ഇതൊക്കെ ബോധപൂർവ്വം ഉണ്ടാക്കുകയാണ്. ഫിലിംസിലൂടെ, വെബ് സീരീസ് ഒക്കെ അല്ലേ ഇപ്പൊ, കരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇടപെടലുകൾ നടത്തണം. നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഇടപെടലുകൾ നടത്തണം. പുതിയ പുതിയ ചാനലുകൾ എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങണം. ഇസ്ലാമികമായിട്ടുള്ള ഉസൂലുകളെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം? നമ്മളെ ശ്രദ്ധ പങ്കുവയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മനുഷ്യന്മാർ താമസിക്കുന്ന പഠിക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് പൊതുവായിട്ട് സംസാരിക്കാൻ പഠിക്കണം. രണ്ട് ശൈലിയുണ്ട്. യാ അയ്യുഹന്നാസ് ഉണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഉണ്ട്. അല്ലേ? ഖുർആന്റെ പബ്ലിക്കിനോട് സംസാരിക്കാൻ പഠിക്കണം. ഇത്തരം ക്യാമ്പസുകളിലൊക്കെ പോയാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിന്റെ അനിവാര്യത ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞു, ഞാൻ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടാട്ടോ അവിടുത്തെ കഥ അറിയണേ. ഞങ്ങൾ ഒരിക്കല് കുറച്ച് MSF നമ്മളെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ഇഫ്താർ സംഗമം വെക്കാൻ തീരുമാനിച്ചു. ഇഫ്താർ സംഗമം നടന്നില്ല. എന്തുകൊണ്ട്? ഇഫ്താർ സംഗമം നടത്തുകയാണെങ്കിൽ അതില് ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ നല്ല ഇംഗ്ലീഷില് ഒരു ഇഫ്താർ സന്ദേശം പറയാൻ പറ്റിയ ഒരാൾ കേരളത്തിൽ നമുക്ക് കിട്ടില്ല. സദസ്സാരൊക്കെ ആയിരിക്കും? VC, പ്രൊഫസർമാര്, റിസർച്ച് സ്കോളേഴ്സ്, ഇന്ത്യയിലെ 10-28 സംസ്ഥാനങ്ങളിലെ അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള കുട്ടികൾ, അങ്ങനെ 100 ആൾക്കാരുടെ ഇടയിൽ ഒരു ഇംഗ്ലീഷിൽ നല്ലൊരു അടിപൊളിയായിട്ട് ഈ ഒരു ഓഡിയൻസ്, രജിസ്ട്രാറും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരൊക്കെ ഉള്ള ഓഡിയൻസിനെ ഒരു വൃത്തിയുള്ള ഇംഗ്ലീഷില് പണ്ഡിതോജലമായിട്ട് ഇസ്ലാം പറയാൻ പറ്റിയ ഒരാളെ നമുക്ക് അന്ന് കിട്ടിയില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉണ്ടാ? ഇല്ല. ആരെങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞ സദസ് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ഒരു മെയിൻ ക്യാമ്പസിൽ ഇപ്പൊ ശശി തരൂർ വരും, അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ വരും. ഉദാഹരണം അതേപോലെ ഒരു ഇസ്ലാമിസ്റ്റിനെ ആർക്കാ വെക്കാനുള്ളത്? നിങ്ങൾക്ക് പറയും. ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ഉണ്ടാവേണ്ടേ? മനസ്സിലായില്ലേ? ഇനി അടുത്ത സത്യം വേറെ ഒരു ഉള്ളിലത്തെ രഹസ്യം പറയാം. അടുത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ VC ആയിട്ട് നമുക്ക് തന്നു. നമ്മൾ പറയുന്ന ഒരാളെ VC ആക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരാളില്ല. ഒരു അക്കാഡമീഷ്യന് യോഗ്യനായിട്ടുള്ള ഒരാളെ ഇപ്പൊ കേരളത്തിലൊന്നും ആരും എനിക്കൊന്നില്ല. ഇല്ല. നമുക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യമില്ല. ഞാൻ പറയല്ലേ, ഇങ്ങളെ കാത്തിരിക്കും. എങ്ങനെ നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ ആരും കാത്തിരിക്കുന്ന ഇല്ലാന്ന് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ കാത്തിരിക്കും. അപ്പൊ നമ്മള് ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ട്. പിന്നെ ഒരാൾ പറയാറുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാവുന്നതാണ്. ആൾക്കാർ ഇപ്പൊ 2020 യുഗമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ് നീട്ടി പറയരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായ അവസ്ഥയിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളതായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയരുത്. അതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കൂല. അതിനപ്പുറത്ത് 2 മിനിറ്റിൽ
അങ്ങനെ കൽക്കത്തയിൽ ഒരു സൊസൈറ്റി ഉണ്ട്. ഞാൻ ഒരു NGO കോൺഫറൻസിന് ബാംഗ്ലൂരിൽ പോയിരുന്നു. അപ്പൊ ഒരു NGO ചെയ്യുന്ന പരിപാടി ഇതാ, എന്നും 2 മിനിറ്റ്, അത് സുന്ദരാണെന്ന് അറിയില്ല, ഏതോ ടീമാണ്, ഏതായാലും 2 മിനിറ്റ് എന്താണ് എല്ലാവരും ഒരു വലിയൊരു കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുന്നത് ഓരോ മെസ്സേജ് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ പ്രൊഫസർമാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഇങ്ങനത്തെ ആൾക്കാരില് രാവിലെ സുബൈക്ക് വന്ന മെസ്സേജ് വരും. ബ്രോഡ്കാസ്റ്റ് എന്തായിരിക്കും? 2 മിനിറ്റ് ഇസ്ലാം, വളരെ മനോഹരമായിട്ടുള്ള ഭാഷയിൽ ഒരു ദിവസത്തേക്കുള്ള എനർജിയായി. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ? മനസ്സിലായൊക്കെ? അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ചെറിയൊരു ക്ലിപ്പ്, 1 മിനിറ്റിന്റെ ക്ലിപ്പ്, അത് കണ്ടാൽ എന്ത് ചെയ്യണം? നമുക്ക് ഈമാൻ കൂടുന്ന ഒരു ക്ലിപ്പ് ഉണ്ടാക്കാം. വെറുതെ അന്നം വിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ തള്ളതല്ല, 1 മിനിറ്റ് അല്ല 1/2 മിനിറ്റ് ഒരു സ്റ്റാറ്റസ്, അത് കണ്ടാൽ നമുക്ക് എന്താണ്? രോമാഞ്ചം ഉണ്ടാകും. അങ്ങനെ റസൂലിനെ, അള്ളാഹിനെ ഓർമ്മ വരുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് യാ യുഹന്നാസ്, പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാനുള്ള എബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? അതിലും ബൗണ്ടറി വെച്ച് നാരുമായിട്ടുള്ള കുറച്ച് ഓഡിയൻസിനോട് മാത്രമേ നമുക്ക് സംവേദന ശേഷിയുള്ളൂ. അതിനപ്പുറത്ത് ലോകല്ലേ? ഇന്ത്യയില് 140 കോടി ജനങ്ങളുണ്ട്. ഓലൊക്കെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പാകിസ്ഥാൻ നാള് വരുമോ? ഇന്തോനേഷ്യ നാള് വരുമോ? നമ്മളല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റൈല് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പഠനങ്ങൾ സഹായിക്കും. ഉന്നതമായിട്ടുള്ള ക്യാമ്പസിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കും അവിടുത്തെ അനുഭവങ്ങൾ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഫത്വ കൊടുക്കേണ്ടത് നമ്മളെ പള്ളിയിലേക്ക് മജ്‌ലിസിനൂറും വരുന്ന ആൾക്കാർ മാത്രമല്ല, അതിനപ്പുറത്തുള്ള ട്രെൻഡുകൾ. ഇപ്പൊ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അക്കിംസ മറ്റൊക്കെ പറഞ്ഞു ഓരോരുത്തരെ ക്യാമ്പസിലെ ലൈഫിനെ കുറിച്ച്. ഒരു തരം ഡീവിയേഷൻ അവിടെ നടക്കുന്നുണ്ട്, ഒരു തരം ലിബറലിസം, ആടിയാലെന്താ പാടിയാലെന്താ, അങ്ങനെയുള്ള ഒരു സമൂഹം. എന്തിനെ ചോദ്യം ചെയ്യുന്ന, ഉസൂലില്ലാത്ത ഒന്നുമില്ലാത്തൊരു അന്തംകമ്പി സമൂഹം, ലിബറൽ സമൂഹം. അവിടെ നമുക്ക് ഇടപെടാൻ പറ്റണം. മനസ്സിലായോ? നമ്മളെ കൂടെ റിസർച്ച് ചെയ്ത ഒരു കുട്ടി, ആ കുട്ടി എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞത്, എനിക്ക് ഇസ്ലാമിനെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ്. അപ്പൊ നമ്മൾ വേഷം കണ്ട ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ തോന്നൂല. 10-30 വയസ്സായിട്ടുണ്ട്, പക്ഷെ നല്ല ഉഷാറായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ പർദ്ദയൊന്നുമില്ലെങ്കിലും നല്ല ചുരിദാറും നല്ല സ്കാർഫൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു സ്വർഗത്തിലെ 2ാം സഫിലൊക്കെ എത്തണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു വേഷം. പക്ഷേ ആ കുട്ടി യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെ ഒരു വേഷം ധരിക്കുന്ന കുട്ടി നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ ആ കുട്ടിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടണേ എന്താ വെച്ചപ്പോ അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ധരിക്കണത്, മതം പറഞ്ഞിട്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. ഒന്നുകിൽ ബാപ്പയമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തായാലും വേണ്ടിയില്ല അങ്ങനെ ധരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇസ്ലാമില്ല, ഈമാനില്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു നിസ്കരിക്കാറൊക്കെ ഉണ്ടോ ചോദിച്ചു. നിസ്കരിച്ചിട്ട് 10 കൊല്ലായി എന്ന് പറഞ്ഞു. മടിയായിട്ടല്ല, എന്തിനാ നിസ്കരിക്കുന്നുള്ള കാഴ്ചപ്പാട്. പിന്നെ ലാസ്റ്റ് അല്ല ഉണ്ടോന്ന്, എന്താ അള്ളനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല ഇല്ലാന്ന് ഞാൻ പറയൂല, പക്ഷെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. ഇല്ലാന്ന് ഞാൻ പറയില്ല, പക്ഷെ ഉണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊക്കെ മുസ്ലിം തറവാട്ടിന്ന് വരുന്ന പെൺകുട്ടികളെ കഥ പറഞ്ഞു. മനസ്സിലായൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യന്മാര് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആണ്. ഇങ്ങനെ ഗ്രൂപ്പാക്കി തിരിച്ച് ഓരോട് മാത്രം സംസാരിക്കും. അത് മാറിയിട്ട് പബ്ലിക്കോട് സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരം അക്കാഡമിക്സിലൂടെ നമുക്ക് സാധിക്കുള്ളൂ. അവരുടെ ഭാഷ മനസ്സിലാവണം. ഇപ്പൊ സമന്വയം എന്ന് പറയാറുണ്ട്. അന്നത്തെ ആൾക്കാരൊക്കെ, മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ അവരെഴുതിയ പുസ്തകങ്ങളൊക്കെ എന്താണ്, കിതാബുകളൊക്കെ സമന്വയത്തിന്റെ പ്രതിഫലങ്ങൾ കാണാം. സുഫാണെങ്കിലും അതിലുള്ള മസലകളൊക്കെ എന്താണ്, കുറെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ അറിയാലോ. അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഇനിയത്തെ കാലത്ത് ഉണ്ടാവണമെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. നമ്മൾ വാപ്പിയാണ് ഉദവിയാണ് 10-20 കൊല്ലം മുമ്പ് തുടങ്ങി ആ രീതിയിൽ തന്നെ പിന്നെ എങ്ങനെ പോയാൽ നമുക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല. നമുക്ക് മാർക്കറ്റ് ഉണ്ടാവണമെങ്കിൽ, പ്രസക്തി ഉണ്ടാകണമെങ്കിൽ മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റണം. ഉറച്ചു നിന്നവർ ഒലിച്ചു പോയി, ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു ഏതൊരു ഉപനിഷത്തിൽ ഉണ്ട് അത്രേ. അതിന് ഒരു ശരി എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ കാലത്തിനനുസരിച്ച് ഇസ്ലാം മാറ്റുക എന്നല്ല, മറിച്ച് കാലത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങള് മെഹദി ഹസൻ കേട്ടോ, അൽ ജസീറയിലൊക്കെ ഉള്ള ജേർണലിസ്റ്റ്, ഐ ആം അംബാസഡർ ഓഫ് ഇസ്ലാം ഫോർ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയല്ലേ, 10-12 മിനിറ്റ്. അപ്പൊ നല്ല ഭാഷയില് നല്ല ഋജുവായിട്ടുള്ള ഇസ്ലാമിനെ ബുദ്ധിപരമായിട്ട് 5-8 മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ കഴിയും. അതിന് വേണ്ടിട്ട് നമ്മുടെ ഫെസ്റ്റിലൊക്കെ തിങ്ക് ടോക്ക് ഒക്കെ തുടങ്ങിയില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ
ഇപ്പൊ നമ്മളെ സെമിനാർ കഴിഞ്ഞ വാഫി അലുമിനി നടത്തിയ അനന്തരാവകാശ സെമിനാർ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് നടത്തിയ സെമിനാർ ഒക്കെ അല്ലേ? അപ്പൊ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രസന്റേഷൻ സ്കില്ല് വളർത്തിയെടുക്കണം. തിങ്ക് ടോക്കുകളിലൂടെ പുതിയ പുതിയ കാലത്ത് പറഞ്ഞാല് 10 മിനിറ്റ് 15 മിനിറ്റിൽ ഒരു വിഷയം കിട്ടണം. ഇപ്പൊ എല്ലാത്തിലും അപ്പൊ ഫിലിം പോലും എന്താണല്ല, വലിയ ഫിലിം ഒന്നും ഇറങ്ങില്ലല്ലോ, ഉണ്ടോ? ഫിലിം പണ്ടൊക്കെ ഫിലിം എന്താണ് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരുന്നു അത്രേ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ സിമ്പിൾ അല്ലേ, 20 മിനിറ്റിന്റെ അങ്ങനെ വെബ് സീരീസ് കരിക്കൊക്കെ കാണാറില്ലേ? ഏതായാലും മൊത്തത്തില് ഒരു സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഒരു ബോധമണ്ഡലം ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ സമൂഹത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, സമൂഹത്തെ മനസ്സിലാക്കിയിട്ട് സമൂഹത്തിന്റെ ഒപ്പം കൂടിയിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറയലല്ല. സമൂഹത്തിനനുസരിച്ച് നമ്മൾ മാറലല്ല, നമ്മളെ ഐഡിയോളജിയിലേക്ക് ബുദ്ധിപരമായി സമൂഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ടേ? അതിന് നമുക്ക് നമ്മളെ ഡെസിഗ്നേഷൻ സഹായിക്കും, നമ്മളെ ക്രെഡൻഷ്യൽ സഹായിക്കും. നിങ്ങളൊരു IAS ഓഫീസർ ആകുക, ഒരു IAS ഓഫീസറായിട്ട് IAS ഓഫീസറായി സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. കിട്ടൂലേ? കിട്ടൂലടോ? അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്ത് മനോഹരമായിട്ട് എന്താക്കാൻ പറ്റും? അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റും. പറ്റൂലേ? പറ്റും. IAS എന്ന് പറയുമ്പോ IAS എങ്ങനെങ്കിലും IAS അല്ല, IAS 1ാം റാങ്ക് സ്വപ്നം കാണണം. IAS 1ാം റാങ്ക് IAS എങ്ങനെ കിട്ടില്ല, IAS 1ാം റാങ്ക് എനിക്ക് കിട്ടണം. ആ രീതിയിൽ പഠിക്കാം. അങ്ങനെ കിട്ടുന്നത് എന്തിനാണ്? പഠിച്ചോന് വേണ്ടിയിട്ട്. എല്ലാം പഠിച്ചോന് വേണ്ടിയിട്ട്. അങ്ങനെ ആവുമ്പോ നമുക്ക് പഠിച്ചോന്റെ സഹായം ഉണ്ടാവും. കിട്ടിക്കഴിഞ്ഞാൽ മാറരുത് കേട്ടോ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് ആളുകൾ എന്താക്കാൻ പറ്റും. പവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ എന്ത് ചെയ്യും, മാനിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിലും ഇടപെടണം. ഇടപെടാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാലും, ഒരു കളക്ടർ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാലും രണ്ട് വാല്യ സമൂഹത്തിൽ ഉണ്ടാകാം, അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ജീന് പറയാനുള്ള ഒരു തരം ഇടം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഫിഗറായി മാറുക. ഞാൻ പറഞ്ഞു പണ്ഡിതനായി മാറുക. ലോക പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ, കിബാറും മിനൽ ഉലമാ, അതാണ് ഏറ്റവും വലിയെന്ന് പറഞ്ഞാല് ദീന് പച്ചയായി ദീന് പറയുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് IAS IPS ഒക്കെ. ഞാൻ മനസ്സിലാക്കണതാ, മനസ്സിലാക്കി പച്ചയായി ദീന് സുന്ദരമായി പറഞ്ഞ ഒരു പണ്ഡിതനാകുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള പണി. അതിന് നിങ്ങൾ എന്താ വരുമാനം ആഗ്രഹിക്കാതെ പറയാം. അത് കഴിഞ്ഞ് വേറെ IAS IPS ഒക്കെ ആയ നല്ല എല്ലാതും ആവാം, ഫിഗറാകാം, നോബൽ സമ്മാനം കിട്ടുന്ന സാഹിത്യ ഒരു ചിന്തകനാവാം, ബിസിനസ്സുകാരനാവാം, സഞ്ചാരിയാവാം, അങ്ങനെ എന്തും ആവാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സലന്റ് ആകുക. അക്കാഡമിക്സിലാണോ അങ്ങനെ ആകുക, മനസ്സിലായില്ലേ? എഴുത്തുകാരനോ അങ്ങനെ ആകുക, പഠിച്ചുകൊണ്ട് അങ്ങനെ ആകുക. പൈസ ഉണ്ടാക്കണവർ അങ്ങനെ ഉണ്ടാക്കണം. കുറച്ച് ആൾക്കാർ അങ്ങനെയും വേണം, കാരണം കടം കിട്ടാൻ ആള് വേണ്ടേ, അല്ലേ? നല്ല കോടീശ്വരന്മാരാണ്. ഓരോ ബാച്ചിലും 2-3 കോടീശ്വരന്മാരും വേണം. യൂസഫ് അലിയൊക്കെ മാതിരി മാസത്തില് എന്നിട്ട് കോളേജിന് എന്താണ് ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷങ്ങളെ വക സംഭാവന. അങ്ങനെ ലക്ഷ്യം മാസത്തിലിട്ടോ, എല്ലാ മാസവും 10 ലക്ഷം കോളേജിന് സംഭാവന ചെയ്യുന്ന നീയത്തോട് കൂടിയിട്ട് ഇവിടെ വാഫിയൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ കേട്ടോ, ഇനി വേറെങ്കിലും ഓക്കെ. അങ്ങനെ നീയത്ത് നല്ല സംരംഭങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാ, സംഭാവന ചെയ്യുന്ന എന്ത് ചെയ്യാ, ഉദാഹരണം കേട്ടില്ലേ? അപ്പൊ നമുക്ക് 10 ലക്ഷം സംഭാവന ചെയ്യണമെങ്കിൽ എത്രത്തോളം നമുക്ക് എന്താണ്, നമ്മൾ 10 റുപ്യ പാട്ടപ്പിരിവ് എടുക്കല്ലേ, അത് 10 ലക്ഷം ആകുക. അപ്പൊ നമ്മൾ എത്രത്തോളം സമ്പന്നനായിരിക്കും. സമ്പത്ത് ഉണ്ടാക്കണോ എന്ത് ചെയ്യണം, അതിലും എക്സലന്റ് ആവണം. ചില ആൾക്കാർ ഗൾഫിലൊക്കെ പോയിട്ട് 5-10 കൊല്ലം ടൈപ്പ് റൈറ്റിംഗിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ചെയ്യരുത്. ബിസിനസ്സിലേക്ക് ഇറങ്ങി ഞങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നമ്പർ 1 ആയി മാറിയിട്ട് ഒരുപാട് ആളുകളെ സഹായിക്കുക. ഒരു 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ഇങ്ങനെ കടം കൊടുക്കുക, അല്ലെ വെറുതെ കൊടുക്കുക. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ 100 കോടി 500 കോടി 1000 കോടി ഇങ്ങനെ ആ ഒരു ലോകത്ത് അപ്പൊ നല്ല രസമായിരിക്കും. അങ്ങനെ പിന്നെ വലിയ പണ്ഡിത സഭനെക്കാട്ടും പവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയുണ്ട്. അങ്ങനൊക്കെ എന്തുണ്ട്, സ്വാധീനിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് മാക്സിമം നമ്മൾ സ്വാധീന ശക്തികളായി മാറുക. ആ ഒരു പോയിന്റാണ് പറയാനുള്ളത്. ക്ലിയർ ആയോ? നിങ്ങൾ സ്വാധീന ശക്തിയാവണം. അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. സമഗമ സമഗമ ഗമ ഗരിമ സമഗമ സമഗമ